മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്? തീറ്റ ഈക്വൽ ടു 90, അതായത് ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അവിടെയാണ് മാക്സിമം ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നെറ്റ് ഫോഴ്സ് അല്ല, അതുപോലെ തീറ്റ 90 ആകുമ്പോ എന്താണ് അവസ്ഥ? തീറ്റ 90 ആകുമ്പോൾ പറഞ്ഞു, തീറ്റ 0 ആകുമ്പോ എന്താണ് അവസ്ഥ? ഡൈപോൾ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഡൈപോൾ ഈസ് എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. വെരി ഗുഡ്. എന്താ? പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഡൈപോൾ ഈസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. 7:35 കിട്ടാം. ഇലക്ട്രിക് ഡൈപോൾ എന്തിനോട് പാരലൽ ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡിനോട് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ക്ലിയർ. പിന്നെന്താ അതിന് ശേഷം നമ്മൾ കണ്ട്? എടി അങ്ങനെയല്ല, 7:35 ഇരിക്കാൻ പറ്റുള്ളൂ, നേരം വൈകിയ കാരണം. അവിടെ നിന്നോ, കുഴപ്പമില്ല, കാണില്ല. ഞാനവിടെ നീങ്ങിയിരുന്ന സമയത്തിന് വരണം കേട്ടോ. എല്ലാ ദിവസവും നേരം വൈകി വരില്ല. നാളെ മുതൽ സമയത്തിന് വരണം കേട്ടോ എല്ലാവരും. എന്തടി എടിപൊളി ഒന്നും വിളിക്കാൻ പാടില്ല തന്നെ, അന്നേ കാരണം വിളിക്കാലോ. അപ്പൊ എന്താ മാക്സിമം ടോർക്ക്? അല്ല, മാക്സിമം ടോർക്ക് എപ്പോഴാ? തീറ്റ 90. തീറ്റ 0 ആകുമ്പോ എന്താ? സ്റ്റേബിൾ ഈക്വിലിബ്രിയം അല്ലെ? ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോള് എന്തായിട്ടാ വരിക? പാരലൽ ആയിട്ട് വരും അല്ലെ? ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോളും എന്തായിട്ട് വരും? പാരലൽ ആയിട്ട് വരും. സ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ്. എപ്പോഴാണ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം? 180. പാരലൽ, ആന്റി പാരലൽ, ആന്റി പാരലൽ, അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ്. ഓക്കെ. ഇനി ടോട്ടൽ ചാർജ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ പറ. ഡൈപോൾ 0. നെറ്റ് ഫോഴ്സ് 0. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഫോഴ്സ് 0 അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നെറ്റ് ഫോഴ്സ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് എത്ര? 0. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ 0 ആണോ? അല്ല, അല്ലേ? നോൺ യൂണിഫോം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് മോഷൻ മാത്രമാണ് ഉണ്ടാവുക? പറയണ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് മോഷനാ? റൊട്ടേഷണൽ മോഷൻ മാത്രമാണ് ഉണ്ടാവുക. നോൺ യൂണിഫോം ഫീൽഡിലോ? റൊട്ടേഷണൽ ഉണ്ടാവും, ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? കാരണം നോൺ യൂണിഫോം ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് 0 ആണോ? അല്ല, അത് ട്രാൻസ്ലേറ്ററി മോഷൻ കൂടെ അവിടെ സംഭവിക്കും അല്ലെ? ഇപ്പൊ നമ്മള് അതിന്റെ ഡെറിവേഷനിലേക്ക് കടന്നു. ആക്സിയൽ ലൈനിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ആക്സിയൽ ലൈനിൽ എന്തായിരുന്നു ഇക്വേഷൻ? പഠിച്ചുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞിരുന്നു. E equal to 1/4πε0 2p divided by r. അത് എവിടെയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റെ ആക്സിയൽ ലൈൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ എന്താണ്? ആക്സിയൽ ലൈൻ ഡ്യൂ ടു ആരാണ്? ഡ്യൂ ടു എ ഇലക്ട്രിക് ഡൈപോൾ. ഡ്യൂ ടു എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ. Derive the expression for the electric field due to a electric dipole on the axial line. അല്ലേ? ഒരു ഡെറിവേഷൻ എഴുതി, അല്ല സ്റ്റെപ്പ് നമ്മൾ എഴുതി വെച്ചിരുന്നോ? പിന്നീട് അതിന് ശേഷം ചോദ്യം എഴുതിയിരുന്നോ? ഇനി ഏത് ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം? ഇക്വറ്റോറിയൽ ലൈനിലുള്ള എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണം. എഴുതാം. Derive an expression for the എന്താണ്? Electric field at a point on the equatorial line of an electric dipole. Electric field at a point on the equatorial line of an electric dipole. ഇക്വറ്റോറിയൽ ലൈനിലുള്ള എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഡൈപോള് കാരണം എവിടെയാണ്? ഇക്വറ്റോറിയൽ ലൈനിലുള്ള എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. എഴുതാ. Derive expression for the electric field at a point on the equatorial line. At a point on the equatorial line of an electric dipole. ആക്സിയൽ കുഴപ്പമില്ലല്ലോ. സംശയങ്ങൾ ചോദിക്കുക. ഇലക്ട്രിക് ഡൈപോൾ ശ്രദ്ധിക്കാം മക്കളെ, ബോർഡിൽ ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് എന്ത് പ്ലോട്ട് ചെയ്യാം? ഒരു ഡൈപോൾ പ്ലോട്ട് ചെയ്യാം അല്ലെ? ഇവിടെ ഞാനൊരു ചാർജ് വെച്ചു, ഇവിടെ ഒരു ചാർജ് വെച്ചു. രണ്ട് ചാർജുകളാണ്. രണ്ട് ചാർജുകളുടെ പ്രത്യേകത എന്തായിരിക്കും? പറയോ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഓക്കെ. പോയിന്റ് എ എന്ന് വിളിക്കാം ഇതിനെ പോയിന്റ് ബി എന്ന് വിളിക്കാം. ഇവിടെ ചാർജ് -q ആണ്, ഇവിടെ ചാർജ് എന്താണ്? +q ആണ്. ഇവരുടെ ഇടയിലുള്ള ടോട്ടൽ ദൂരം നമ്മൾ എത്രയായിട്ട് എടുക്കാറ്? 2a. ടോട്ടൽ ദൂരം എത്രയായിട്ട് എടുക്കാറ്? 2a. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് O ആണെന്ന് കരുതാം. മിഡ് പോയിന്റ് O ആണെങ്കിൽ
ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക എ, അടുത്ത ഡിസ്റ്റൻസ് എത്രയാണ് വരിക എ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും 2a വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും P ഈക്വൽ ടു Q ഇൻറ്റു 2a. P ഈക്വൽ ടു എന്താണ് Q ഇൻറ്റു 2a ഡൈപോൾ മൊമെന്റ് വരും. ആയിക്കോട്ടെ, ഇതിന്റെ നടുക്കിലൂടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. O എന്ന് പറയുന്ന പോയിന്റിലൂടെ എന്ത് വരയ്ക്കുകയാണ്, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വറ്റോറിയൽ ലൈൻ. ഈ രണ്ട് ചാർജസിനെയും മീറ്റ് ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ത്, ആക്സിയൽ ലൈൻ. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ ആണ് എന്ത്, ഇക്വറ്റോറിയൽ ലൈൻ. ആ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് പി. ഏതാണ് പോയിന്റ് പി? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഡൈപോൾ. ഈ ഇലക്ട്രിക് ഡൈപോൾ കാരണം പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന എന്ത് കണ്ടെത്തണം, ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിന് നമുക്കറിയാം, നമ്മൾ ആക്ച്വലി ചെയ്തപ്പോ എങ്ങനെ ചെയ്തത്, ആദ്യം ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാക്കുന്ന എന്ത് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ് കണ്ടു അല്ലെ. അതായത് മൈനസ് ക്യൂ പിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ, ഉണ്ടാക്കൂടാ, ഉണ്ടാക്കും. പ്ലസ് ക്യൂ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കില്ലേ, ഉണ്ടാക്കും. എത്ര ചാർജസ് ഉണ്ട് അവിടെ, രണ്ട് ചാർജസ് ഉണ്ട്. ആ രണ്ട് ചാർജസ് രണ്ട് ഇലക്ട്രിക് ഫീൽഡുകൾ ഏത് പോയിന്റിൽ ഉണ്ടാക്കും, പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കും. അങ്ങനെ ആ രണ്ട് ചാർജസ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും റിസൾട്ടന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സം ഓഫ് വെക്റ്റർ സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൈനസ് ക്യൂ ആൻഡ് പ്ലസ് ക്യൂ. പിയിൽ ഉണ്ടാകുന്ന ആകെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഉണ്ടാക്കുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെ വെക്റ്റർ സം ആയിരിക്കും. വെക്റ്റർ സം എന്ന് പറയാനുള്ള കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടു അല്ലെ, ഓപ്പോസിറ്റ് ആയിട്ട് വന്നപ്പോ എന്ത് ചെയ്യുക ചെയ്തേ, കുറയ്ക്കുക ചെയ്തേ. ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൂട്ടണം. ഇനി വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ കമ്പോണൻസ് എടുത്ത് ചെയ്യണം. ഒരു ആംഗിളോട് കൂടിയാണ് വരുന്നതെങ്കിൽ ഇപ്പോ 50 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട്, 50 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട്, ഇത് രണ്ടും കൂട്ടി ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 100 ന്യൂട്ടൺ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇതിന്റെ ഇടയിൽ എന്ത് വേണം, ആംഗിൾ വേണം. എന്താ ഇക്വേഷൻ, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ്, പറഞ്ഞു ഇത് പി വെക്ടറും ഇത് ക്യൂ വെക്ടറും ആണെങ്കിൽ കഴിഞ്ഞ പഠിച്ചിട്ടില്ലല്ലേ, റൂട്ട് ഓഫ് പറഞ്ഞേ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq, വെരി ഗുഡ്, cos θ അല്ലേ. അത് വെച്ചിട്ടാണ് ചെയ്യാൻ. അല്ലെങ്കിൽ കമ്പോണൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അത് ചെയ്ത് കൊണ്ടുവരണം. ഇനി കമ്പോണന്റുകളാക്കാൻ നമുക്കറിയാം, ശ്രദ്ധിക്കുക. റെക്ടാങ്കുലർ കമ്പോണൻസ് ഇതാ, ഇവിടെ ഒരു വെക്ടർ നിൽക്കുകയാണ്, എ എന്ന് പറയുന്ന വെക്ടർ നിൽക്കുകയാണ്. ഇവിടെ ആംഗിൾ തീറ്റയാണ്. ഇത് ഏത് കമ്പോണന്റാ, എ കോസ സൈന. ആംഗിൾ നിൽക്കുന്ന സൈഡ് ഏതാ, വേഗം പറയടാ, എ കോസ് തീറ്റ. ഈ കമ്പോണന്റ് ഏതാ, എ സൈൻ തീറ്റ. നമ്മുടെ കമ്പോണന്റ് അല്ലേ, റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലസ് ക്യൂ കാരണം എവിടെ, പ്ലസ് ക്യൂ കാരണം എവിടെ, പിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഞാനൊരു വര വരയ്ക്കുകയാണ്. പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് പിയിൽ നിന്ന് അകലേക്കാണോ അത് ഉള്ളിലേക്കാണോ വരിക, ആലോചിക്കുക. ഇത് എന്ത് ചാർജാ, പ്ലസ് ചാർജ്. അപ്പൊ ഇവിടെ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണോ അത് അകത്തേക്കാണോ, പുറത്തേക്ക്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് മാറ്റില്ല. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആര് കാരണം മാത്രം, പ്ലസ് ക്യൂ കാരണം മാത്രം പിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇത്, ഈ പ്ലസ്. ഈ ആ സ്ട്രക്ചർ കൂടെ വരച്ചു പോവാം. എല്ലാം കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വരച്ചോളൂ, ഘട്ടം ഘട്ടമായിട്ട് വരയ്ക്കും. അപ്പൊ ആദ്യം ഡൈപോൾ ഇക്വറ്റോറിയൽ ലൈൻ പ്ലസ് ക്യൂ കാരണം പിയിലേക്ക്. ഇനി പറഞ്ഞ ഭാഷ വരയ്ക്കുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് വന്നോളൂ കേട്ടോ. അപ്പോ പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, പ്ലസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തേ വേഗാവട്ടെ. അപ്പൊ പി ആണ് പോയിന്റ്, പ്ലസ് ക്യൂ ആണ് ചാർജ്, ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് എന്ത് മൂവ് ചെയ്യുന്നത്. അത്രയും ഡീറ്റെയിൽസ് ആണ് അവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. ആര് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്യാം, മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്യാം. എവിടെയാ പോയിന്റ് പറ, പിയിൽ അല്ലെ. മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്, പിയിൽ. അപ്പൊ അതാ പിന്ന് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, അത് എങ്ങോട്ടാ ഇലക്ട്രിക് ഫീൽഡ് മാർക്ക് ചെയ്യണ്ടേ, ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം പുറത്തേക്ക് മാർക്ക് ചെയ്യണം, ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇതാ ഇതെന്താ സാധനം, ഇപ്പോ ഈ മൈനസ്, അപ്പൊ ഈ പ്ലസും അതുപോലെ എന്താണ് ഈ മൈനസ്.
സമയമായിരുന്നു കേട്ടോ. 7:30 ഇരിക്കാനുള്ളവർ ഇരുന്നോ, സമയം നോക്കിയിട്ട് ഇരുന്നോ കേട്ടോ, ഞാൻ പിന്നെ പറയുന്നില്ല. ഓക്കെ, 7:35 ഇരുന്നോട്ടോ മോളെ. എന്താണ് ഈ മൈനസ് എങ്ങടാ ഉള്ളിലേക്ക്? എന്തുകൊണ്ട് ഉള്ളിലേക്ക് ആയത്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ എത്ര ചാർജുകളാണുള്ളത്? 2 ചാർജുകളാണുള്ളത്. ഒന്ന് പ്ലസ് ക്യൂ, ഒന്ന് മൈനസ് ക്യൂ. പ്ലസ് ക്യൂ കാരണം പി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മൈനസ് ക്യൂ കാരണവും പി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. പ്ലസ് ക്യൂ കാരണം എങ്ങടാ പുറത്തേക്ക്, മൈനസ് ക്യൂ കാരണം എങ്ങടാ അകത്തേക്ക്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റില് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ. ഞാൻ കണ്ടിരുന്നു ആക്സിയൽ ലൈനിൽ കണ്ടിരുന്നു, ഒരു പ്ലസ് ഒരു മൈനസ് ഒക്കെ ആയിട്ട് കണ്ടിരുന്നു. അവിടെ നേരെ എന്തായിരുന്നു? അവിടെ നേരെ എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റുകളുടെ ഡയറക്ഷൻ നേരെ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് അല്ല അല്ലെ. ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ആംഗിൾ വേണം. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെന്ന് കരുതുക. ഇവിടുത്തെ ആംഗിൾ തീറ്റ ആയിരിക്കും, 2 സെയിം ഡിസ്റ്റൻസ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഇത് രണ്ടിന്റെയും എന്ത് കാണണം? റിസൾട്ടന്റ് കാണണം അല്ലെ. ഈ പ്ലസും പിന്നെന്താ ഈ മൈനസും ചേർന്നുണ്ടാവുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അതാണ് എവിടെ ഉണ്ടാവുക? പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മാഷ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസിനെ 2 കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഒരു കമ്പോണന്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, ഒരു കമ്പോണന്റ് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതായത് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ we split that into 2 rectangular components. അതിനാണ് മാഷ് ഇത് പറഞ്ഞത്. നമുക്ക് ഒരു വെക്ടറിനെ 2 റെക്ടാങ്കുലർ കമ്പോണന്റ്സ് ആയിട്ട് അല്ലെ, കോസ് തീറ്റയും സൈൻ തീറ്റയും ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പ്ലസിനെ മാഷ് എന്ത് ചെയ്യാൻ പോവാണ്? എത്ര കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്? 2 കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? തീറ്റ വരും. അതിന്റെ ജോമെട്രി ഒക്കെ ഉണ്ട്, ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ തീറ്റ വരും. അപ്പൊ പറഞ്ഞു കോസ് ഈ മുകളിലുള്ള കമ്പോണന്റ് ഏതായിരിക്കും? നമുക്കറിയാം തീറ്റയുടെ സൈഡിൽ ഏത് കമ്പോണന്റ് എഴുതിയെന്ന് നിങ്ങൾക്കറിയാം. ഈ പ്ലസ് അവിടെ എ ആണ്, തീറ്റയുടെ സൈഡിൽ ഏത് കമ്പോണന്റ് ആണ്, തീറ്റ ഇല്ലാത്ത സൈഡിൽ ഏത് കമ്പോണന്റ് ആണ്. അപ്പൊ ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് ഏത് കമ്പോണന്റ് ആണ്? സൈൻ കമ്പോണന്റ് അല്ലെ. സൈനോ കോസ സൈൻ. അതാണ് കേട്ടോ അതിന്റെ ഐഡിയ. എന്താ പറയുക, തീറ്റ വെച്ചിട്ട് നമ്മൾ കമ്പോണന്റ് ആക്കാൻ കഴിഞ്ഞാൽ പഠിക്കണം നമ്മൾ. ഇപ്പൊ അത് നമുക്ക് പറയാൻ സമയമില്ല. ഓക്കെ, മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു വെക്ടർ നിൽക്കുകയാണെങ്കിൽ 2 കമ്പോണന്റ് ആക്കണമെങ്കിൽ തീറ്റയുള്ള സൈഡിലേക്ക് ഏത് കമ്പോണന്റ്? കോസ് തീറ്റ. ആ വെക്ടർ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഇത് റിസൾട്ടന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിട്ടും ചെയ്യും അല്ലെ. അതുകൊണ്ട് അപ്പൊ എന്താ വരിക? ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാൻ ധൈര്യമായിട്ട്? ഈ പ്ലസ് സൈൻ തീറ്റ. അപ്പൊ ഇവിടേക്കുള്ള കമ്പോണന്റ് ഏതായിരിക്കും? ഈ പ്ലസിന്റെ ഏത് കമ്പോണന്റ് ഈ ഡയറക്ഷനിൽ വരിക? ഈ പ്ലസ് കോസ് തീറ്റ. ഈ പ്ലസ് കോസ് തീറ്റ. മുകളിലേക്ക് ഏതാ? ഈ പ്ലസ് സൈൻ തീറ്റ. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ പ്ലസ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നില്ലേ? നിങ്ങൾ ഓരോരോ വരകളായിട്ട് വരയ്ക്കട്ടോ, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് വരയ്ക്കുമ്പോ എങ്ങനെയത് എന്നുള്ള മനസ്സിലാവില്ല. ഘട്ടം ഘട്ടമായിട്ട് വരച്ചു പോവാം. തീരെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഈ പ്ലസ് കോസ് തീറ്റ, ഈ പ്ലസ് സൈൻ തീറ്റ. അപ്പൊ ഈ പ്ലസ് സൈൻ തീറ്റ നേരെ എങ്ങോട്ടാ നിൽക്കുന്നത്? നേരെ എങ്ങടാ? നേരെ മുകളിലേക്കാണ്. ആയിക്കോട്ടെ. ഇനി ഈ മൈനസ് അത് എങ്ങടാ നിൽക്കുന്നത്? ഓൾറെഡി താഴേക്കാ നിൽക്കണം അല്ലെ. അതിന് നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു കമ്പോണന്റ് ഈ മുകളിലേക്കാണോ പോവാ? അല്ല, അതിന്റെ ഒരു കമ്പോണന്റ് എങ്ങടാ? താഴേക്ക്. ഒരു കമ്പോണന്റ് നേരെ താഴേക്ക് മാർക്ക് ചെയ്യണം. മറ്റേ കമ്പോണന്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണന്റ് ഇതേ ഡയറക്ഷനിൽ തന്നെ വരും. ഓക്കെ, അതേ ഡയറക്ഷനിൽ തന്നെ വരും. അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ് വരിക? തീറ്റ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ അടിയിലേക്കുള്ള കമ്പോണന്റ് ഏതാ? പറഞ്ഞേ, അടിയിലേക്കുള്ള കമ്പോണന്റ് ഏതാ? സൈൻ കോസ സൈൻ. അപ്പൊ അടിയിലേക്കുള്ള കമ്പോണന്റ് കിട്ടി ഈ മൈനസ് സൈൻ തീറ്റ. സൈഡിലേക്കുള്ള കമ്പോണന്റ് ഏതാ? ഈ മൈനസ് പറയണ്ട, ഈ മൈനസ് പുറത്ത് പറഞ്ഞേ കോസ് തീറ്റ. അപ്പൊ ഈ പ്ലസ് സൈൻ തീറ്റ മുകളിലേക്കും അതുപോലെ ഈ മൈനസ് സൈൻ തീറ്റ എങ്ങോട്ടാ? താഴേക്കും. ഇനി വേറൊരു കാര്യം കൂടെ, ഈ പ്ലസ് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം 6 ആണെന്ന് കരുതുക. ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാ? 6. അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിൽ എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? എത്ര ഡിസ്റ്റൻസ് അകലെയാണ് പി എടുക്കണേ? 6 ഡിസ്റ്റൻസ് അകലെയാണ്. ഇക്വറ്റോറിയൽ ലൈനിൽ 6 ഡിസ്റ്റൻസ് അകലെയാണ് ആരും എടുക്കുന്നത്? പി എടുക്കുന്നത്. ഇവിടെ നിങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? എ. അപ്പൊ ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? റൂട്ട് ഓഫ് അല്ലേ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണോ? പൈതഗോറസ് തിയറം, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിന്റെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹൈപ്പോട്ടൻസ് കിട്ടും. ആണോ മക്കളെ? ശരിയല്ലേ?
അപ്പൊ എന്താ സംഭവിക്കുക? റൂട്ട് ആർ സ്ക്വയർ പ്ലസ് മറ്റേ ദൂരം ഏതന്നെ, ഈ ഡിസ്റ്റൻസ് ഏതന്നെ, റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സംശയം ഉണ്ടോ അതില്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, പൈതഗോറസ് ലോ അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ഈ ദൂരം എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ, അതിന്റെ റൂട്ട് എടുക്കണം. വേണോ? അതന്നെ ഇപ്പുറത്തും വരില്ലേ? വരും. അപ്പൊ ഇത്രയും സംഗതികൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഈ പ്ലസ് ഈ മൈനസ് ഈ പ്ലസിന് എത്ര കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? നമ്മള് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാ? ഇ പ്ലസ് സൈൻ തീറ്റ, ഇ പ്ലസ് കോസ് തീറ്റ. ഈ മൈനസിന് നമ്മൾ എത്ര കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഏതൊക്കെയാ? ഇ മൈനസ് കോസ് തീറ്റ, ഇ മൈനസ് സൈൻ തീറ്റ. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ ഓവറോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപ് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ശ്രദ്ധിക്കാം. അപ്പോ പടത്തിന്റെ താഴെ എഴുതാം, കൺസിഡർ an electric dipole. എന്താണ്? കൺസിഡർ an electric dipole having എന്താണ്? dipole moment. having dipole moment. dipole moment എത്രയാണ്? dipole moment P equal to Q into 2A അല്ലേ? Q into 2A ഉള്ള ഒരു ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് P അല്ലേ? we need to find the electric field. We need to find the electric field എവിടെയാണ്? at the point P. at the point P. P എന്ന് പറയുന്ന പോയിന്റിലുള്ള എന്ത് കണ്ടെത്തണം? ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടെത്തണം. we need to find the electric field at the point P. P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം അല്ലേ? അത് ഇക്വറ്റോറിയൽ ലൈനിലാണ് P അല്ലേ? P അത് കണ്ടിന്യൂ ചെയ്യുക. ഓൺ എവിടെയാണ്? ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. P on the equatorial line. on the equatorial line at a distance എത്രയാണ്? at a distance r from center of അല്ലെങ്കിൽ r from O എന്ന് കൊടുത്തു. O യിൽ നിന്ന് P യിലേക്കുള്ള ദൂരം എത്രയാണ്? P യിൽ നിന്ന് O യിലേക്കുള്ള ദൂരം സ്മോൾ ലെറ്റർ r ആണ്. ഇത്രയും ഡാറ്റ അവിടെ നമുക്ക് ക്ലിയർ ആയി. അപ്പൊ അവിടെ P യിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്? ഇൻ എഫക്റ്റ് എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്? 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ആരൊക്കെ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാ? ഒന്ന് പ്ലസ് ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, മറ്റൊന്ന് എന്താ? മൈനസ് ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? തൽക്കാലം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എഴുതി പോകുന്നോട്ടാ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ എവിടെയാണ്? അറ്റ് പി. പ്ലസ് ക്യൂ കാരണം എന്താണ്? പി യിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അതിന് നമുക്ക് ഈ പ്ലസ് എന്ന് വിളിക്കാൻ തൽക്കാലം. ഈ പ്ലസ് എങ്ങനെയാ കാണുക? അപ്പൊ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ആണ് അല്ലെ? പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റ് ചാർജ് ആണ്. ആണോ? അതെ, പ്ലസ് ക്യൂ ഇസ് എ പോയിന്റ് ചാർജ്. അപ്പൊ ഒരു പോയിന്റ് ചാർജ് എവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? ഒരു പോയിന്റ് ചാർജ് എവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? E equal to 1/4πε0 Q by r square. അതിന് Q എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് ചാർജ്. അവിടുത്തെ Q എന്താ? E equal to വേറൊരു ഇക്വേഷൻ ഉണ്ട്. E equal to F by അതിലത്തെ Q എന്താ? കൊണ്ടുവരുന്ന ചാർജ് ആണ്. ഇവിടുത്തെ സോഴ്സ് ചാർജ് എന്താ? സോഴ്സ് ചാർജ് എന്താ? പ്ലസ് Q ആണ്. ബൈ r square. What is r square? സോഴ്സ് ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം. നമ്മള് കഴിഞ്ഞ ദിവസം r plus r minus എന്നൊക്കെ എടുത്തു അല്ലെ? അവിടെ മക്കളെ ആ ദൂരത്തിന്റെ എന്ത്? സ്ക്വയർ. അപ്പൊ എങ്ങനെ കാണും നമുക്ക്? 1 ഈ പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1/4πε0 Q by, കാരണം സോഴ്സ് ചാർജ് Q ആണ്, r സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കുക. r സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാ? പറയേ. റൂട്ട് അതാണ് ഉപയോഗിക്കണ്ടേ? അല്ല, റൂട്ട് ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പൊ ഏത് പോവും? ഞാനിനി സ്ക്വയർ ഇട്ട് എഴുതിയിട്ട് പിന്നെ റൂട്ട് കളഞ്ഞൊക്കെ എഴുതണം വേണ്ടല്ലോ. അപ്പൊ നേരിട്ട് എന്ത് മാത്രം എഴുതിയാൽ മതി? r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ദൂരം എത്രയാണ്? r എത്രയാണ്? റൂട്ട് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ദൂരം എത്രയാ? r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അത്രയാണ് ഡിസ്റ്റൻസ്. ദൂരം r സ്ക്വയർ പ്ലസ് a സ്ക്വയർ അല്ല, റൂട്ട് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് പോവും? റൂട്ട് r സ്ക്വയർ പ്ലസ് a സ്ക്വയറിന്റെ റൂട്ടാണ് പറയുന്നത് അല്ലേ? റൂട്ട് പോവും. അപ്പൊ എന്ത് വരും? ജസ്റ്റ് r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അപ്പൊ ഈ പ്ലസ് ഈക്വൽ ടു എന്താ പറയുന്നത്? 1/4πε0 Q by r സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അതാണ് ഏതിന്റെ വാല്യൂ? ഈ പ്ലസിന്റെ വാല്യൂ. ഇനി അത് മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല, അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആരാ? മൈനസ് ക്യൂ അറ്റ് എവിടെ? അറ്റ് പി. അതിനെന്ത് വിളിക്കാം? ഈ മൈനസ് എന്ന് വിളിക്കാം. എന്താ വരിക ഇക്വേഷൻ? 1/4πε0
4 pi epsilon 0 q divided by r square plus a square. സെയിം സാധനം തന്നെയല്ലേ വരിക? ചാർജ് q അല്ലേ? ഈക്വൽ ചാർജ് അല്ലേ? ഡിസ്റ്റൻസ് റൂട്ട് r square plus a square അല്ലേ? അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് പോവും, എന്ന് പറയുമ്പോൾ റൂട്ട് പോവും. അപ്പോ സെയിം വാല്യൂ ആണ് അല്ലെ? അപ്പൊ അതിന് നമുക്ക് എന്താ കാണുമ്പോൾ എന്താ മനസ്സിലാവണേ? ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്താ? സെയിം ആണ് അല്ലെ? വേണമെങ്കിൽ ഒന്ന് എഴുതിടാം, എങ്ങനെ തൊട്ട് താഴ്ന്ന് കാണിക്കാൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ പ്ലസ് is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് ആരാണ്? ഇ മൈനസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ നമുക്ക് വന്ന് പെട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ കറക്റ്റ് എത്തി. The magnitude of E plus is equal to the magnitude of എന്താണ്? E minus. Clear? ശ്രദ്ധിക്കുക മക്കളെ. അപ്പോ പിന്നീട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു അല്ലെ? നമ്മളിവിടെ റിസൾട്ടന്റ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇ പ്ലസിനെ എത്ര കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 കമ്പോണന്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് ഇ പ്ലസിനെ എത്ര കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ? കൂടുതൽ എഴുതുന്ന ഭാഷ ഇ പ്ലസ് ആൻഡ് ഇ മൈനസ് can be എന്താണ്? split into 2 components. Split into 2 components. അല്ലേ? ഈ പ്ലസിനെയും ഈ മൈനസിനെയും നമ്മൾ എത്ര കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഏതൊക്കെയാണ് കമ്പോണന്റുകൾ? കമ്പോണന്റുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ഏതാ? ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ പ്ലസ് സൈൻ തീറ്റ അല്ലെ? ഫോം ഇട്ടിട്ട് പിന്നെ ആരാ? ഇ മൈനസ് കോസ് തീറ്റ ആൻഡ് ആരാണ്? ഇ മൈനസ് സൈൻ തീറ്റ. പക്ഷേ ഇതിൽ എന്താണ് സംഭവിച്ചത്? the 2 components ഏതൊക്കെയാണ്? 2 components ക്യാൻസൽ ആയി പോകുന്ന കമ്പോണന്റ്സ് ഏതാ? ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും നേരെ നേരെ എങ്ങനെ നിൽക്കണേ? പറയേ, നേരെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും വാല്യൂ എന്താണ്? ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും വാല്യൂ എന്താണ്? സെയിം ആണ്. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? then ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ ആർ ക്യാൻസൽ ഈച്ച് അതർ. ആ 2 കമ്പോണന്റുകൾ, മുകളിലേക്കും താഴേക്കും നിൽക്കുന്ന 2 കമ്പോണന്റുകളുടെയും വാല്യൂ സെയിം ആണ്. അവര് എന്താണ്? ക്യാൻസൽ ആയി പോകും. ബാക്കി പിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏത് മാത്രമാണ്? ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റ. അപ്പൊ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഏതൊക്കെ ആഡ് ചെയ്താൽ മതി? നമ്മള് ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റയും ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്ക്? ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് കോസ് തീറ്റ അല്ലെ? ഇ പ്ലസ് കോസ് തീറ്റ ആൻഡ് ഇ മൈനസ് കോസ് തീറ്റ ആഡ് ടുഗദർ അല്ലെ? അത് രണ്ടും ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്തെടുക്കണം. എന്താ ജസ്റ്റ് അവിടെ ആഡ് എന്ന് പറയാനുള്ള കാരണം? 2 ഏത് ഡയറക്ഷനിലാണ്? 2 സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് resultant electric field. Comment എഴുതാ. we get എന്താണ്? resultant electric field. we get resultant electric field at എവിടെയാണ്? at p യിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടും. ഏതൊക്കെ ആഡ് ചെയ്താൽ മതി? ഇ പ്ലസ് കോസ് തീറ്റയും ഇ മൈനസ് കോസ് തീറ്റ ആഡ് ചെയ്താൽ മതി. അപ്പൊ അതാ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ വെക്ടർ ഈക്വൽ ടു ഏതൊക്കെയാ? ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് എന്താണ്? ഇ മൈനസ് കോസ് തീറ്റ. മാഷപ്പ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ആഡ് ചെയ്തിട്ട് 2e പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എതിർപ്പില്ല. എന്തുകൊണ്ടാ? ഈ ഇ മൈനസ് എന്ന് പറഞ്ഞ വാല്യൂ ഇ പ്ലസ് എന്ന് പറഞ്ഞ വാല്യൂ എന്താ? സെയിം ആണ് അല്ലേ? ഇനി ഞാൻ അടുത്തൊരു സ്റ്റെപ്പിൽ ഇതിനെ ഇ പ്ലസ് എന്ന് ആക്കിയിട്ട് പിന്നെ 2 ആക്കണോ? വേണ്ടല്ലോ. എന്തുകൊണ്ട് 2 ആക്കിയെന്ന് മനസ്സിലായോ? ഇത് ഇ പ്ലസിന്റെ വാല്യൂ ഇ മൈനസിന്റെ വാല്യൂ എന്താ? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ എത്ര വരും? എത്ര ഇ പ്ലസ് വരും? എത്ര ഇ പ്ലസ് വരണ പോലെയാ? 2. അല്ലെങ്കിൽ എത്ര ഇ മൈനസ് ആക്കാം അല്ലെ? എത്ര ഇ മൈനസ് ആക്കാം? 2e മൈനസ് എഴുതാൻ വേണമെങ്കിൽ അപ്പോഴും വാല്യൂ ഒക്കെ തന്നെ സെയിം ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷെ അവിടെ നിർത്തരുത്, കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഈക്വൽ ടു എന്താ വരിക? 2 into ഇ പ്ലസ് അല്ലെ? ഇ പ്ലസ് എന്താ വരിക? നമ്മുടെ ഇക്വേഷൻ ഇ പ്ലസ് എന്താ? 1/4 pi epsilon 0 q divided by ആരാ? r square plus a square. ഇനി ആരുണ്ട്? ഇൻറ്റു ഒരു ഇ പ്ലസിനുള്ള ഇക്വേഷൻ അവിടെ കൊടുത്തു. ഇൻറ്റു അവിടെ ആരും കൂടി ഉണ്ട്? ഇൻറ്റു അവിടെ ഒരു പോസിറ്റീവും കൂടി ഉണ്ട്. ശരിയല്ലേ മക്കളെ? ഇൻറ്റു അവിടെ ഒരു പോസിറ്റീവും കൂടി ഉണ്ട്. പോസിറ്റീവിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നെക്സ്റ്റ് ഫിഗർ നോക്കാം നമുക്ക്. എത്രയായി? കോസ് തീറ്റ നമുക്ക് നോക്കാം. കോസ് തീറ്റ എങ്ങനെയാണ് കാണുക? കോസ് തീറ്റ കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ്. കോസ് തീറ്റ ചെയ്യാൻ എന്താ ചെയ്യാറ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടൻസ് അല്ലേ?
ഇതാണ് നമ്മൾ കോസ് തീറ്റ കാണാനായിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഫിഗറിൽ ഒന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ പരിശോധിക്കാം. ഇവിടെയൊക്കെ തീറ്റ തന്നെയാണ്, ടൈസോസെൽസ് ആണ് വരിക. ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഏതാ? പറയടാ. ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഏതാ? ഹൈപ്പോട്ടനസ് ഏതാ? ഹൈപ്പോട്ടനസ് ലെങ്ത് എന്താ? √r² + a². അപ്പൊ അഡ്ജസന്റ് എന്ന് പറയുന്നത് a ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് എന്താണ്? √r² + a². റെഡി? അപ്പൊ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പില് E = 2 × 1/4πε0 into Q divided by r² + a² into cos θ ക്ക് പകരം എന്ത് കൊടുക്കാണ്? a divided by √r² + a². ഇതുവരെ ഓക്കെ അല്ലേ? എതിർപ്പുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ മക്കളെ? നെക്സ്റ്റ് സ്റ്റെപ്പില് മുകളിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. മുകളിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? Q into എന്താ സാധനം? ഡൈപോൾ മൊമെന്റ് P. മുകളിലുള്ള സാധനം P ആണെന്ന് മനസ്സിലായി അല്ലേ? മുകളിലുള്ള സാധനം എന്താണ്? ഇറ്റ് ഈസ് P. മനസ്സിലായി? ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. 3 × √3 എത്രയാണ്? എങ്ങനെ എഴുതാം? x⁴ × x⁴ p എന്താ? x⁴ a + b. അപ്പൊ 3 × √3 എന്ന് പറഞ്ഞാൽ 3⁻1 × 3⁻√. എന്ന് പറഞ്ഞാൽ എത്രയാ? ഹാഫ് അല്ലേ? ആണോ? റൂട്ട് എന്ന് പറഞ്ഞാൽ ആ നമ്പർ റേസ്റ്റ് എത്രയാ? ഹാഫ് ആണ്. അപ്പൊ എത്ര ആൻസർ വരിക? പറഞ്ഞേ മോളിത്തെ ഇക്വേഷൻ പ്രകാരം 3⁻1 + 1/2. അതായത് 3⁻2 ക്രോസിംഗ് എത്ര വരും? 3/2. എതിർപ്പുണ്ടാ? അപ്പൊ ഇങ്ങനെയാണെങ്കിലോ 5 × √5 നേരിട്ടാ പറഞ്ഞേ. 5⁻2 പറയണതൊക്കെ എത്രയാ? ഉറക്കെ പറഞ്ഞേ. 3/2. അപ്പൊ x × √x ആണെങ്കിലോ x⁻3/2. അപ്പോ r² + a² × √r² + a² ആണെങ്കിലോ r² + a² ⁻3/2. എതിർപ്പില്ലല്ലോ? പ്രശ്നം ഉണ്ടാ? മാത്സ് ഓക്കെ അല്ലേ? അവിടുത്തെ എങ്ങനെയാ പവർ വരണം എന്നുള്ളത്? റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ്. അപ്പോ ഇത് ⁻1 ആണ്, അപ്പുറത്തെ ⁻½ ആണ്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യണം. 1 + ½ 3/2. അപ്പൊ ആ ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ. 2 ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. ഓട്ടോമാറ്റിക് ഏതാണ്? 2 × Q × a ക്ക് പകരം മാഷ് എന്ത് മാത്രമേ എഴുതുന്നുള്ളൂ? P മാത്രമേ എഴുതുന്നുള്ളൂ. കുഴപ്പമില്ല. അടിയിൽ ആരൊക്കെയുണ്ട്? ഓൾ ഡിവൈഡ് ബൈ. അടിയിൽ ആരുണ്ട്? ഒരു 4πε0 ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്ന പറഞ്ഞേ? r² + a² എന്താ? 3/. ഇത് 1/. ആക്കിട്ട് എഴുതാട്ടോ. ഇക്വേഷൻ കഴിഞ്ഞു, ചെയ്യാനുള്ളത് കഴിഞ്ഞു. ഇനി ഇന്നലെ ചെയ്ത പണി എന്തായിരുന്നു? പറയോ, ഇന്നലെ ചെയ്ത പണി എന്തായിരുന്നു? ഇന്നലെ നമ്മൾ പറഞ്ഞു ഇഫ് ഡൈപോൾ ഈസ് വെരി സ്മോൾ, ആറിന്റെ വാല്യൂ വളരെ എന്തായിരിക്കും? ചെറുതാ. ആറിന്റെ വാല്യൂ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ. അപ്പൊ ആരെ നെഗ്ലക്ട് ചെയ്യാം? a² can be neglected. ആരെ നെഗ്ലക്ട് ചെയ്യാം? a² can be neglected. അപ്പൊ r² + a² എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ തന്നെ എടുക്കാം? r² എന്ന് തന്നെ എടുക്കാം. അപ്രോക്സിമേറ്റ്ലി എങ്ങനെ തന്നെ എടുക്കാം? r² എന്ന് തന്നെ എടുക്കാം. കുഴപ്പമില്ലല്ലോ. അപ്രോക്സിമേറ്റ്ലി എന്ന് തന്നെ എടുക്കാം. r² എന്ന് തന്നെ നമുക്ക് എടുക്കാം. എതിർപ്പില്ലല്ലോ? അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇവിടെ എടുത്തിട്ട് തൽക്കാലം നെക്സ്റ്റ് സ്റ്റെപ്പില് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ വരും. E = 1/4πε0. അതിനെ മാറ്റി കുഴപ്പമില്ലല്ലോ. മുകളിൽ കണ്ടിട്ട് കരുതിയിട്ടായിരുന്നു സെക്ഷൻ തിരിച്ചിട്ടു. പിന്നെ ആരുള്ളത് മുകളില്? പറയേ P. അപ്പൊ P മുകളിൽ ഇട്ടു. ഓൾ ഡിവൈഡ് ബൈ. അടിയിൽ ആരുള്ളത്? r² + a² എന്ന് പകരം r² ഉള്ളൂ. r² റേഷ്യോ എന്തുണ്ട്? 3/2. അപ്പൊ എന്താ വരിക? E = 1/4πε0 P divided by r² raised to 3/2. ഇത് മൾട്ടിപ്ലൈ ചെയ്യാ 2 × 3/2. അപ്പൊ ഇത് ക്യാൻസൽ ആയി. അപ്പൊ എന്താ വരിക? r raised to, ബാക്കി എന്ത് വരും? ആ മാത്സ് ഒക്കെ മനസ്സിലാവണം കേട്ടോ. r raised to 3. അപ്പൊ ഉത്തരമായി നമുക്ക് എന്താ? ഇതേതാ? ഈ ഇക്വറ്റോറിയൽ അല്ലേ? അപ്പൊ ഈ ഇക്വറ്റോറിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/4πε0
പി ബൈ ആർ ക്യൂബ്. ഇന്നലെ HCl എത്രയായിരുന്നു? 2p ബൈ ആർ ക്യൂബ്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. മറ്റേന്റെ എത്രയേ ഉള്ളൂ? ഇത് അവിടെയുള്ള എത്രയേ ഉള്ളൂ? നേരെ ഹാഫ് വേ ഉള്ളൂ അല്ലേ? അവിടെ എത്ര പി ഉണ്ടായിരുന്നു? 2p ആയിരുന്നു. ഇവിടെ എത്ര പി ഉള്ളൂ? ഒരു പി ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു എന്താണ് വരിക? 1/4πε0 p ബൈ ആർ ക്യൂബ്. 1/4πε0 p ബൈ ആർ ക്യൂബ്. ഈ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ നോക്കിയത് നിങ്ങൾ? എവിടുന്ന് പിടിക്കുക? ബിയിൽ നിന്ന് എയിലേക്ക്. ഡൈപോളിന്റെ ഡയറക്ഷൻ എങ്ങടാ? ഇങ്ങടല്ല. എവിടെ നിങ്ങടാ? എഴുതാൻ സമയം തരാം. എഴുതിണ്ടാവല്ലോ കുറെ. നെഗറ്റീവ് ടു, ഇതാണ് ആക്ച്വലി ഡൈപോളിന്റെ ഡയറക്ഷൻ. പക്ഷെ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? നേരെ ഓപ്പോസിറ്റാ. അതായത് ഡൈപോളിന്റെ ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? ഈ കേസിലെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് കേട്ടോ. വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ -p എന്ന് വേണമെങ്കിൽ എഴുതാൻ നിർബന്ധമില്ല. ഓക്കെ, എഴുതി അവസാനിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആയിട്ട് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫൈനൽ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ഈ പാഠത്തിന്റെ ഡെറിവേഷൻസ് 2-3 ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇക്വറ്റോറിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്വറ്റോറിയൽ ആക്സിയൽ ഗോസ് തിയറത്തിൽ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂളോംസിലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ കുറച്ച് മാർക്കായി. 3, 6, 2, 8 മാർക്കുകളായി. 68 മാർക്കായി. അപ്പൊ 10% മാർക്ക് ഇപ്പൊ പഠിപ്പിച്ച പോർഷൻസിന് കഴിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അത്രയും പ്രാധാന്യമുള്ളതാണ്. ആദ്യത്തെ 2 പാഠങ്ങൾ ഫിസിക്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നല്ലപോലെ പഠിക്കണം കേട്ടോ. 1/4πε0 p ബൈ ആർ ക്യൂബ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതണം. സംശയമില്ലാന്ന് കരുതണം. കുഴപ്പമില്ലല്ലോ. എഴുതി കഴിഞ്ഞില്ലേ? ഇല്ല. എഴുതി അവസാനിപ്പിക്കുകയും എഴുതി പഠിച്ചൊന്ന് എടുത്ത് വെച്ചേ നോക്കട്ടെ. എഴുതി കൊണ്ടുവരാത്തവരുണ്ടോ? ഇനി 3 തവണയല്ലേ എഴുതാൻ പറഞ്ഞേ? 3 ഡെറിവേഷൻ അല്ലേ പറഞ്ഞത്? പോയിന്റ് ചാർജ് പറഞ്ഞില്ലേ? പോയിന്റ് ചാർജ് പറഞ്ഞിട്ടായിരുന്നു. ഇല്ല, പോയിന്റ് ചാർജ് എഴുതിയില്ല. പോയിന്റ് ചാർജ് അല്ലേ? നാളെ വരുമ്പോ ഈ പാഠം ഒന്നുകൂടെ പഠിക്കണം. ഇപ്പൊ പഠിക്കാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് ഫോട്ടോ എടുക്കണം. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ല. ഇന്നലെ ചെയ്ത ഡെറിവേഷനിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഏതെങ്കിലും സ്റ്റെപ്പുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അത് സംസാരിക്കണം. ഒന്നുകൂടെ കഴിഞ്ഞോ? എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അല്ലാതെ ഈ പാടമൊക്കെ വരയ്ക്കണം കേട്ടോ. ഇത് നാളെ എഴുതി കൊണ്ടുവരണം കേട്ടോ. ഒന്നുകൂടെ ഇതിന്റെയൊക്കെ പടം വരയ്ക്കണ്ടേ? പടം ഇല്ലാണ്ട് ഇത് എങ്ങനെ ചെയ്യണേ? ഇതിന്റെ കൺസെപ്റ്റ് എങ്ങനെയാ? ആ പടം വരച്ചിട്ട് ഇപ്പൊ തന്നെ ഓരോ പ്രാവശ്യം പടം വരച്ചിട്ട് പോയിന്റ് ചാർജ് ചെയ്തിട്ടില്ലേ? പോയിന്റ് ചാർജ് ചെയ്തിരിക്കും കേട്ടോ. അടുത്ത് ഇക്വറ്റോറിയലും ആക്സിയലും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ റിലേഷൻഷിപ്പ് എന്താ? ഡബിൾ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ പകുതി ആയിരിക്കും. അപ്പൊ എഴുതുക, ഒരു ചോദ്യം പോലെ ആക്കിക്കോട്ടെ വെച്ചത്. കമ്പയർ ദി ഇലക്ട്രിക് ഫീൽഡ്സ് ഓൺ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. കമ്പയർ ദി ഇലക്ട്രിക് ഫീൽഡ്, ഇത് വാക്കിയാണ് കേട്ടോ. കമ്പയർ ദി ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും തമ്മിലുള്ള എന്ത് കമ്പയർ ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂസ് കമ്പയർ ചെയ്യുക. കമ്പയർ ദി ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. ഇതാണ് ചോദ്യം. പ്രത്യേകിച്ച് ഒന്നുമില്ല. എവിടെയുള്ള അതിന്റെ ഡബിൾ? ആക്സിയലിലുള്ള അതിന്റെ ഡബിൾ അല്ല, ഇക്വറ്റോറിയലുള്ള അതിന്റെ ഡബിൾ ആണ് ഇവിടെ ആക്സിയലിലുള്ള. നമ്മൾ കണ്ടു അല്ലെ? ഇന്നലെ കണ്ടത് എത്രയായിരുന്നു? 2p ആയിരുന്നു. ഇന്ന് കണ്ടത് എത്രയായിരുന്നു? വെറും p ആയിരുന്നു. അപ്പൊ p നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു റിലേഷൻ ആക്കി എഴുതാം. ബുക്കിലുള്ളതാണ്. എന്താ ഈ ആക്സിയൽ എന്ന് പറയുന്നത്? എത്രയാ? 2 into ഈ ഇക്വറ്റോറിയൽ. കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്തുകൊണ്ടാവുന്നത്? ഇക്വറ്റോറിയലിന്റെ വാല്യൂ എന്താ? 1/4πε0 into p by r cube ആണോ? അല്ലടാ മക്കളെ, ഇത് ഇക്വറ്റോറിയൽ. ഇതിന് എത്ര ഇട്ട് കൊടുക്കുക? അപ്പൊ 2p ആയില്ലേ? അപ്പൊ അത് ഏതായി? ഈ ആരായി? ഏതോ വലുത്. അപ്പൊ ആക്സിയലിലെ ഇക്വറ്റോറിയൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ട് കേസിൽ എത്രയായിരിക്കണം?
സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് രണ്ട് കേസിലും എത്രയായിരിക്കണം? ഒക്കെ പറ. സെന്ററിൽ നിന്നുള്ള ദൂരം എത്രയാ? ദൂരം എത്രയാണ് ക്വസ്റ്റ്യൻ? r² ആണ്. ദൂരമാണ് പറയുമ്പോ കണക്ക് റിലേറ്റ് ചെയ്യുന്നത് r²നോടാണ്. ദൂരം എത്രയാ? ദൂരം എത്രയാണ്? ദൂരം അത് സെയിം ആണെങ്കിൽ ആക്സിയലിലാണോ ഇക്വറ്റോറിയലിലാണോ അപ്പൊ കൂടുതൽ ഫീൽഡ്? ആക്സിയലിലാണോ ഇക്വറ്റോറിയലിലാണോ കൂടുതൽ ഫീൽഡ്? ആക്സിയലാണ് കൂടുതൽ ഫീൽഡ് അല്ലേ? കാരണം ഇക്വറ്റോറിയലിലുള്ളതിന്റെ എത്രയാണ്? ഡബിൾ ആണ് എവിടെ ഇവിടെ വരുന്നത് അല്ലേ? r²നോടല്ല കേട്ടോ പ്രൊപ്പോർഷനിലാണ്. എനിക്ക് പറയാം r എന്നോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. r ഞാൻ പറയണ ആ ഇക്വേഷൻ എന്നോട് r ക്യൂബിനോട് ഞാൻ ഇവിടെ പെട്ടെന്ന് പറഞ്ഞ r². ക്ലിയർ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി ആക്സിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ മൊമെന്റിനോട് പാരലൽ ആയിരിക്കും. ഇക്വറ്റോറിയലിൽ ഉണ്ടായിരുന്നു ആന്റി പാരലൽ ആണ്. കാരണം ഇക്വറ്റോറിയലിൽ നമ്മൾ കണ്ടു ഇക്വറ്റോറിയലിൽ ഡൈപോൾ മൊമെന്റ് എങ്ങടാ? അങ്ങട് ആണോ? പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വന്നത്. വേണമെങ്കിൽ ഒരു വൺ വേർഡ് പോലെ എഴുതി വയ്ക്കാം. ഈ ഇക്വറ്റോറിയലീസ് എന്താണ്? ആന്റി പാരലൽ ടു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനോട് എന്താണ്? ആന്റി പാരലൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ഹെഡിങ് കൊടുക്കാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഡെറിവേഷൻസ് ഓക്കെ അല്ലേ? രണ്ട് ഡെറിവേഷൻ കിട്ടുന്ന സാധനങ്ങളാണ് അല്ലേ? നല്ല രസമുള്ള സാധനങ്ങളാണ്. കണക്കൊക്കെ ചെയ്യാനുള്ളതാണ്. പഠിച്ചെടുക്കുക വേണ്ടോ? കാണാതെ ചെയ്യാൻ പറ്റണം കേട്ടോ. ആ മാത്സ് കിട്ടിയാൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും മാത്സ് കുറെ സ്റ്റെപ്സ് എഴുതി നമ്മള്. പക്ഷെ അതൊക്കെ പിന്നെ മാത്സ് ആണ് വരുന്നത്. സാധാ അൾജിബ്ര മാത്സ് ആണ് വരുന്നത്. ആണോ? അതെ. അത് വീണ്ടും എഴുതി പഠിക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രക്സ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കത് അങ്ങോട്ട് ചെയ്തു പോയാൽ നമ്മൾ എവിടെ എത്തും? ആ ഫൈനൽ ആൻസറിൽ എത്തേണ്ടതാണ്. മാത്സ് അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ അല്ലെ? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ അറിയില്ലേ? കഴിഞ്ഞ കുറെ പഠിച്ചാണ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ. a+b² എന്താ? അതൊക്കെ പഠിക്കണം കേട്ടോ. അത് a+b² എന്താ? a² + 2ab + b². അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ r+a² എക്സ്പാൻഡ് ചെയ്തത്. അതുപോലെ a-b² എന്താ? a² - 2ab + b². എന്തായാലും ഇതിനെ തെറ്റിച്ചാ. അതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ ചിഹ്നങ്ങൾ എന്ത് ചെയ്യും? മാറും അല്ലെ? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോൾ അത് എന്താവും? മാത്സ് ക്ലിയർ ചെയ്തോളൂ. ഇപ്പോൾ ആ മാത്സ് ശരിയാക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞു. അടുത്ത ഹെഡിങ് കൊടുക്കുക ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രിക് ഫ്ലക്സ്? ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. അതായത് ഒരു സർഫസ് എടുക്കാം. ഇത് എഴുതി കഴിഞ്ഞിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞേ. അത് ഓൾറെഡി പഠിച്ചാണല്ലോ. തെറ്റ് പറഞ്ഞാണോ? ഇലക്ട്രിക് ഫ്ലക്സ്. പെട്ടാത്ത ആൾക്കാര് അല്ലെ? ടീച്ചർമാര് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫീൽഡ് ലൈൻ മാത്രം വെട്ടിയാൽ മതി അല്ലെ? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വെട്ടി, ഇലക്ട്രിക് ഫ്ലക്സ് എഴുതിയതും വെട്ടി, മൊത്തം വെട്ടി. ശ്രദ്ധിക്കുക മക്കളെ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സർഫസ് സങ്കല്പിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളൊരു സർഫസ് ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു സർഫസ്. ഈ സർഫസിലൂടെ നോർമലായിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. മനസ്സിലായോ? ഞാൻ ചോദിക്കുകയാണ്, ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? ഇതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ എങ്ങനെ കടന്നു പോകണം? നോർമലായിട്ട് കടന്നു പോകണം. നോർമലായിട്ട് കടന്നു പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കടന്നു പോകണം. പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സർഫസിനോട് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഫ്ലക്സ് ലൈനുകളുടെ എണ്ണമാണ് എന്ത്? ഈ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്. ഈ സർഫസിന്റെ എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പൊ ഞാൻ ഈ സർഫസ് തിരിച്ചരിച്ചിട്ട് പിടിച്ചാണ് എന്ന് കരുതുക. ശ്രദ്ധിക്കാട്ടോ, അത് തിരിച്ചരിച്ചിട്ട് പിടിച്ചാണ്. ശരിയല്ലേ? അവിടെ ഇവിടുത്തെ ലൈൻ ഇങ്ങനെ നേരെ ചെല്ലുകയാണ്. അപ്പൊ ഈ ലൈനിന് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഫ്ലക്സിലേക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് എന്തല്ല,
സർഫസിനോട് എന്തല്ല, നോർമൽ അല്ല, പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമ്മൾ ഈ ലൈനിനെ എത്ര കമ്പോണന്റ് ആക്കണം? 2 കമ്പോണന്റ് ആക്കിയിട്ട് നോർമൽ ആയിട്ടുള്ള കമ്പോണന്റും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് ആക്കില്ല, പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ബൈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്? അതിലൂടെ എങ്ങനെ കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകൾ എങ്ങനെ കടന്നു പോകണം? സർഫസിനോട് എങ്ങനെ? പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ എന്താണ് ഈ പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനിഷൻ പറയുക? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് നമ്പർ ഓഫ് എന്ത്? ആരപ്പ പോയേ? ഫീൽഡ് ലൈൻസ്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? ദ പാത്ത് ഫോളോഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് when it is free to do so. എവിടുന്ന തുടങ്ങുക, എവിടെ അവസാനിക്കും? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുകയോ ചെയ്യില്ലയോ? ചെയ്യില്ല. ടാൻജന്റ് എന്ത് തരും? ഡയറക്ഷൻ തരും. അടുപ്പം കൂടുതലാണെങ്കിൽ ഇവിടെ സ്ട്രെങ്ത് കൂടും. അടുപ്പം കൂടുതലാണെങ്കിൽ സ്ട്രെങ്ത് എന്താ? മോർ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതൊക്കെ പഠിച്ചാണ് നമ്മള്. ആ ഫീൽഡ് ലൈനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു സർഫസിലൂടെ എങ്ങനെ കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണം, നോർമൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്. കുഴപ്പമില്ലല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. നോർമലി ത്രൂ എ സർഫസ്. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ എഴുതി വെച്ച ഡെഫിനിഷൻ അന്ന് വേറെ പഠിക്കും ചെയ്തേ. എന്താ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, ആദ്യം പറയുന്നിട്ട് എഴുതാം, ഇസ് ദ ടോട്ടൽ, പറഞ്ഞേ, ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. നോർമലി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? സർഫസും ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. സർഫസും ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇവിടെ പഠിച്ച അവസാനിപ്പിച്ചേ. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ്, പറയേ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ total number of field lines passing normally through the surface. Total field lines passing normally through the electric flux is defined as the total number of electric field lines. The total number of electric field lines passing normally through a surface. Passing normally through a surface. Passing normally through a surface. അപ്പൊ ഇനി ഈ ഫ്ലക്സ് കാണാനുള്ള എന്താണ് നോക്കുന്നത്? നമ്മള് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന ഫ്ലക്സ്, യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തിനെ തരും? നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ തരും. നന്നായി ആലോചിക്കണം. ഇവിടെ ശ്രദ്ധിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ്. ഫ്ലക്സിന്റെ സിമ്പിൾ ബ്രാക്കറ്റിൽ ഫൈ ഇട്ടാ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ബ്രാക്കറ്റിൽ ഫൈ ഇടുക. ഫൈ ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ സിമ്പിൾ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഡെൻസിറ്റി ഓഫ് ആരാണ്? ഡെൻസിറ്റി ഓഫ് പറയേ ഇലക്ട്രിക് ഇലക്ട്രിക് ഫീൽഡ് ആരാ? ലൈൻസ് പറഞ്ഞിരുന്നു. അടുത്ത് വരികയാണെങ്കിൽ അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എന്ത്? ഫ്ലക്സ്. പറയൂ. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വന്നാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതൽ. ബാറ്ററിയുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ എങ്ങനെയാ ഡെൻസിറ്റി കാണുക? ഡെൻസിറ്റി എങ്ങനെയാ കാണുക? പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒരു സ്ഥലത്തുള്ള ഡെൻസിറ്റി എങ്ങനെയാ കാണുക? ബോർഡിൽ ശ്രദ്ധിക്കുക. കൺസെപ്റ്റ് ഉണ്ടായില്ല, കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്, ചെറിയ കൺസെപ്റ്റുകളുണ്ട്. ഇതാ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഏരിയ, ഈ ഏരിയ എന്ന് പറയുന്നത് 5 മീറ്റർ സ്ക്വയർ ഏരിയ ആണ്. എത്ര മീറ്റർ സ്ക്വയർ ഏരിയ? 5 മീറ്റർ. ഇതിൽ 1000 ആൾക്കാരുണ്ട്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി? ഇതിന്റെ ഡെൻസിറ്റി ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഡെൻസിറ്റി എത്രയാ പറഞ്ഞു? ഡെൻസിറ്റി 1000 ബൈ എത്രയാ? 5. അപ്പൊ എത്രയാ? 200 മീറ്റർ സ്ക്വയർ. 200 പെർ മീറ്റർ സ്ക്വയർ ആണോ? അതായത് 1 മീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാരാ? 200 ആൾക്കാർ. 1 മീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാരാ? 200 ആൾക്കാർ.
പോപ്പുലേഷന്റെ ഡെൻസിറ്റി അല്ലെ. അപ്പൊ ഡെൻസിറ്റി എങ്ങനെയാ കണ്ടത് നമ്മള്? അവിടെയുള്ള മൊത്തം എണ്ണം ബൈ ടോട്ടൽ ഏരിയ. മൊത്തം എണ്ണം ബൈ ടോട്ടൽ ഏരിയ, ശരിയല്ലേ? മൊത്തം എണ്ണം ബൈ ടോട്ടൽ ഏരിയ. ഒരു കണക്കൊക്കെ ഉണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു പരിധി, ഇപ്പൊ തൃശ്ശൂർ പൂരൊക്കെ നടക്കുമ്പോൾ എന്താ ചവിട്ട് കൊണ്ട് ഭരിക്കാനുള്ള സാധ്യത വളരെ എന്താണ് കൂടുതൽ. അതിലെ പിന്നെ ആരോടി കിട്ടും അല്ലേ? കാര്യമായിട്ട് ഓടിയില്ല, ചെറുതായിട്ട് ഓടി, ആള് പോയാ ഭാഗ്യം. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ക്രൗഡിന്റെ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ ഒരു തിയറി ഉണ്ട്, എന്തായാലും ആൾക്കാർ മരിക്കും. മനസ്സിലായ? അങ്ങനെ ഒരു തിയറി ഉണ്ട്. എത്രയാണ് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ബിയോണ്ട് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ മുകളിലേക്ക് ക്രൗഡ് ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ അവിടെ എന്തായാലും എന്ത് മരിക്കും? ആരെങ്കിലൊക്കെ മരിക്കും എന്നാണ് പറയുന്നത്. തിരക്ക് കൂടുമ്പോഴേ ശ്വാസം കിട്ടില്ല ആൾക്കാർ. ഇതിന്റെ ഇടയിൽ കൂടെ ആരും കൂടെ കിടന്നു കഴിഞ്ഞാൽ എന്താ പറയും. നമ്മുടെ ഗവൺമെന്റ് പറയുന്നുണ്ട് അല്ലെ, ഗവൺമെന്റ് കോടതികളൊക്കെ പറയുന്നുണ്ട് പിടികിട്ട് നടത്തുമ്പോ എന്ത് ചെയ്യുക, കുറച്ച് മാറി നിൽക്കുക അല്ലെ. അതുപോലെ ആനനെ കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യുക, കുറച്ച് മാറി നിൽക്കുക പറയാറില്ലേ. കോടതിയിൽ നിന്നൊക്കെ കുറെ വിധികൾ ഇങ്ങനെ വരുന്നുണ്ട്, ശ്രദ്ധിക്കാറുണ്ടാ? വാർത്തയിൽ കാണാറുണ്ട് കോടതിയിൽ നിന്ന് ഇഷ്ടം പോലെ വിധികൾ വരാം. ആനനെ എഴുന്നള്ളിക്കുമ്പോ അത് നോക്കണം, മറ്റേ നോക്കണം, കുറച്ച് നോക്കണം. എന്തുകൊണ്ടാ വിധികൾ വരുന്നേ? ആ കോടതിയിൽ ഇരിക്കുന്ന കുറച്ചുകൂടെ എന്താണ് വെളിവും വില്ലേജിലുള്ള ആൾക്കാരാ. അതുകൊണ്ടാണ് അവന്മാരെ എന്ത് വിധി വിടുന്നത്? വെടിയിട്ട് പൊട്ടിക്കുമ്പോ ഒരു 100 മീറ്റർ മാറി നിൽക്കുക. പക്ഷെ കോമൺ ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ നമ്മൾ പറയാറുള്ള പോലെ തന്നെ എന്താ, സാധാരണ ആളുകളെ സംബന്ധിച്ച് അവർക്ക് കാര്യമായിട്ടുള്ള എന്താണ് സ്ഥാനമൊന്നും ഇല്ല, കാര്യം പറയാതാണ്. അതുകൊണ്ടാണല്ലോ മറ്റൊരു മുകളിലും നമ്മൾ ഇവിടെ നിൽക്കണേ. അതുകൊണ്ടാണ് അവര് ടൈം ഉണ്ടാക്കി നമുക്ക് തരണേ, ശരിയല്ലേ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വെടികെട്ടൊക്കെ കാണാൻ മുമ്പ് എന്ത് ചെയ്യുക, കുറച്ച് മാറി നിൽക്കുക, സേഫ് സോണിൽ എന്നിട്ട് കളിക്കപ്പോ അങ്ങനത്തെ കളികൾക്കൊക്കെ പോകും. അതായത് ഈ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ എന്താണ് യുദ്ധമാണെന്ന് പറയും. യുദ്ധമാണെന്ന് പറയുമ്പോഴേ, യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ പറയാം. ഇവിടെ ഞാൻ ഒബ്സർവേഷനാണ് ഇരിക്കുന്നത്. യുദ്ധമാണെന്ന് പറയുമ്പോ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് എന്താണ് യുദ്ധമാണ്, ചിരിക്കാണ്, ശരിയല്ലേ? പെട്ടെന്ന് ചിരിയാവുന്നല്ല, ശരിയല്ലേ പറയുന്നത്? നമുക്ക് പേടി വരണ്ട യുദ്ധം വരുമ്പോ, അത്രയില്ലല്ലോ. യുദ്ധം എന്ന് പറയുമ്പോഴേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റുകളൊക്കെ കണ്ടില്ലേ, പോസ്റ്റുകളൊക്കെ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ? ഭയങ്കരമായ എന്താണ് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലേ, അവിടെ കയറി അടിക്കും, ഇവിടെ കയറി. കമന്റുകൾ വായിച്ചോ? ആൾക്കാരുടെ കമന്റുകൾ വായിച്ചോ? അവിടെ കയറി അടിക്കും, ഇവിടെ കയറി അടിക്കും, അവിടെ അടിച്ചു ചേർത്ത്, ഇവിടെ അടിച്ചു ചേർത്ത്, ആ കമന്റുകളാണ്. ഈ യുദ്ധം വരുമ്പോഴേ ഇപ്പൊ നമ്മള് പറയില്ല എനിക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല, മനസ്സിലായ? എന്റെ പോളിസി അതാണ്. അവര് വന്നിട്ട് നമ്മുടെ ആളുകളെ എന്ത് ചെയ്തു, കൊന്നു. ആ കൊന്ന ആളുകളെ എന്ത് ചെയ്യണം, പിടിക്കണം. സിവിലിയൻസിന് അപകടമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, തിരിച്ചടിക്കണം. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല, മനസ്സിലായോ? ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, രണ്ട് രാജ്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. നമ്മുടെ കുറെ എന്താണ് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ യുദ്ധത്തിന് പോയ യുദ്ധം നമ്മൾ ജയിക്കുന്ന ഉറപ്പുണ്ടാ? ജയിക്കുന്ന യാതൊരു ഉറപ്പില്ല. അവര് ജയിക്കുന്ന ഉറപ്പുണ്ടാ? ഇല്ല. യുദ്ധത്തിൽ ആര് മാത്രമേ ജയിക്കുള്ളൂ? യുദ്ധത്തില് ജയിക്കുന്ന ഡെത്ത് ടോള് മാത്രമാണ്, മരിക്കുന്ന ആളുകളുടെ എണ്ണം മാത്രമാണ് ഏറ്റവും മുകളിലേക്ക് പോവുക, വേറെ ഒന്നും കൂടാൻ പോകില്ല. രണ്ട് രാജ്യങ്ങളിൽ സമ്പത്ത് കുറയും, ആയുധങ്ങൾ കുറയും, സമാധാനം കുറയും, ബാക്കി എല്ലാം കുറയും. യുദ്ധത്തില് സ്കോർ ചെയ്യാനാണ് മരിക്കുന്ന ആളുകളുടെ സൈനികര് മരിക്കുന്ന ആദ്യത്തെ കാര്യം. അത് വലിയ വിഷമമുള്ള കാര്യം. അത് പിന്നെ അവരുടെ ജോലിയുടെ ഭാഗമാണ്, അത് അറിഞ്ഞിട്ട് അവർ പോണെന്ന് കരുതാം. ഇതിൽ ആര് മരിക്കും അവസാനം? ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാ സിവിലിയൻസ് മരിക്കും. പാകിസ്ഥാന്റെ ഒരു വിമാനം ഇവിടെ ഒറ്റ തവണ പറഞ്ഞാൽ മതി, നമ്മളെല്ലാവരും പറയും യുദ്ധം വേണ്ടൊരു കൊപ്പ് വേണ്ട, എങ്ങനെയെങ്കിലും എന്തുണ്ടാക്കുക, സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ വിമാനം പറഞ്ഞാൽ മതി. ഇവിടെയുള്ള ഈ യുദ്ധത്തിന് വേണ്ടി എന്താ നിലവിളി കൂട്ടുന്നവരൊക്കെ എന്ത് ചെയ്യും, സമാധാനം ഉണ്ടാക്കാൻ പറയും. നമ്മുടെ ഗവൺമെന്റ് നിർത്തിക്കോളം പറയും, ഈ കളി വേണ്ട പറയും. ഇതിപ്പോ എന്താ അവസ്ഥ? നമ്മുടെ തലമുകളിൽ മുകളിൽ എന്ത് ചെയ്യില്ല, വിമാനം പറക്കുന്നില്ല. ഒരു 4 വിമാനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കയറി നിൽക്കാൻ ബങ്കർ പോലും ഇല്ല, കയറി നിൽക്കാൻ ബങ്കർ പോലും ഇല്ല. ബങ്കർ തന്നെ മനസ്സിലായി, പൊടിയുണ്ടാക്കിട്ട് ബോംബ് വീണ. ഇസ്രായേലൊക്കെ അങ്ങനെയാണ്, നഴ്സറിയിലൊക്കെ അവർ കളിച്ചോണ്ടിരിക്കുമ്പോ സൈറൺ അടിക്കും, അപ്പൊ അവര് പോയിട്ട് എന്ത് ചെയ്യും, ബങ്കറിൽ കയറിയിരിക്കും. ഇവിടെ ബങ്കർ പോയിട്ട് മര്യാദയ്ക്ക് വീട് പോലില്ല. അല്ല ശരിയല്ലേ, കറക്റ്റ് അല്ലേ? ഏതാ എന്താ ഇല്ല, സൈലന്റ് അത് കോപ്റ്ററിൽ നടത്തുന്നല്ലേ. നമ്മളിവിടെ ചെയ്തോ, നമ്മളിവിടെ
സൗണ്ട് ചെയ്തിരുന്നോ? നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിയിരുന്നോ സൗണ്ട്? തൃശ്ശൂരായിരിക്കും ചെയ്തിട്ടുണ്ടാവാം. ആ അത് ചെയ്തു. അല്ല ലോക്കൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല ഇത് എന്തുകൊണ്ടാണ് ചെയ്യണേന്നറിയോ? ഇവിടെ വന്ന് അടിക്കാൻ എന്തുണ്ട്? വന്നാ കയറി വിളിക്കേണ്ടി വരും. അതാണ് ചെയ്യണേ. അല്ലെങ്കിൽ എത്ര ആളും ചെയ്തില്ലല്ലോ. മനസ്സിലായ? അത്രയും ഇതാ വേറെ അടിക്കുമ്പോ പ്രാക്ടീസ് ചെയ്യും. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞാലേ ശ്രദ്ധിച്ചേ, എപ്പോഴും ശ്രദ്ധിക്കണ, അതായത് എപ്പോഴും എന്തിനെതിരെ നിലപാടെടുക്കുക, യുദ്ധത്തിനെതിരെ എപ്പോഴും നിലപാടെടുക്കട്ടോ. മാഷ് റിക്വസ്റ്റാണ്. യുദ്ധം നമുക്ക് എന്താണ് വേണ്ട. യുദ്ധം വേറെ രീതിയിലേക്ക് ആവാം. ഇപ്പൊ മറ്റേ ട്രംപ് മറ്റേ താരിഫ് കൂട്ടിട്ട് യുദ്ധം ചെയ്തില്ലേ, ട്രേഡ് വാറൊക്കെ നടത്താം. അപ്പൊ ആരും പോണില്ല, ആൾക്കാർ പോണില്ല. അല്ലെങ്കിൽ എന്താ, ആൾക്കാർ ചെയ്യുന്നു. ഈ തലയിൽ വീണിട്ട് മിസൈൽ തലയിൽ വീണിട്ട് മരിക്കുന്ന ആൾക്കാർക്ക് ഇത് വല്ലതും അറിയൂ. മനസ്സിലായ? അപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് അവർ മിസൈൽ ഇട്ട് പോയി. തമിഴ്നാടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് എഴുത്തും അതിനെ അറിയണ്ടാവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അയാളെ കൂടെ അറിയണ്ടാവില്ല. അയാളുടെ തലയിൽ സ്ഥിതി ഉണ്ടാവുക, വന്ന് വീഴുണ്ടാവുക. ആള് പാവം ഇന്ത്യയിൽ കുറച്ച് കഞ്ഞി കൊടുത്ത് പോണ ആളായിരിക്കും. അവരുടെ തലേന്ന് കൊണ്ടിട്ട് പോണതൊക്കെ ഇത് നമ്മൾ അവിടെ പോയി തന്നെയാണ് അവസ്ഥ. യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥ തന്നെയാണ്. അതിപ്പോ ഏത് യുദ്ധം എടുത്താലും ഇതേ അവസ്ഥയാണ്. ഇസ്രയേൽ ഗാസ യുദ്ധമാണെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും നമ്മൾ കെട്ടി പൊക്കി കൊണ്ടുവന്ന വീടൊക്കെ ഹോംലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? കഷ്ടപ്പെട്ട് ഹോംലോൺ എടുത്ത് അടച്ച് 10 കൊല്ലം അടച്ചിട്ടേക്ക് വീട് വെച്ചിരിക്കുക. അതിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഈ സാധനം എടുത്താ ഇത് കാശാണ് കൊടുക്കുക, കാശ് കൊടുക്കുന്നില്ല. അതെന്തായി പോയി? മനസ്സിലായ? അപ്പോ എന്തായാലും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പുള്ളിയാന്ന് കരുതാം അല്ലെ? ഭീകരമായിട്ട് 4 വിമാനോടെ പറഞ്ഞ സ്കൂൾ കൊടുക്കട്ടെ. എന്തായാലും സ്കൂൾ കൊടുക്കട്ടെ. മുന്നേ ആക്രമിച്ചിട്ടുണ്ടാ? പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മുകളിൽ കൂടെ ഉണ്ടാവും. ജപ്പാനിലേക്ക് വിമാനം പറഞ്ഞിട്ടുണ്ട്, മദ്രാസിലെ ഷൂട്ടിങ്ങിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇതെന്താ പറയുന്നത് കഴിഞ്ഞാലേ മറ്റേ ലൈറ്റ് കത്തിക്കാൻ പാടില്ല. ഫുൾ ലൈറ്റുകൾ ഓഫ് ചെയ്യണം. ലൈറ്റിനോട് ആളുണ്ടാവില്ല, അവരവിടെ ഇട്ടിട്ട് ഫുൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടത്തിരിക്കണം പറയുന്നത്. റേഡിയോയിലൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പട്ടി. പിന്നെ വേറെ കാര്യം ഉണ്ട്. വേറെ കാര്യം എന്താ വെച്ചാൽ ഈ യുദ്ധത്തിന് എതിരെ നിലപാടെടുക്കാത്ത യുദ്ധം വരുമ്പോ നമുക്ക് ഒരു ക്രിക്കറ്റ് കളി കാണുന്ന മോഡല ഇത് കേരളക്കാരി നമ്മുടെ ടീമുകള് എത്ര പേര് പോയി ഈ മറ്റേ അവിടെ പറഞ്ഞു ക്രിക്കറ്റ് കാണുന്ന മോഡില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുമ്പോഴാ ഇതാണ് ഇവിടെ പറഞ്ഞ കളി മാറി പറയാം. നമുക്കധികം എന്തില്ല, നമുക്കധികം പ്രശ്നമില്ല. ഇനി പാകിസ്ഥാൻ എന്തില്ല, എയർക്രാഫ്റ്റ് കാര്യം ഷിപ്പില്ല എന്നാണ് ഞാൻ ഇന്നലെ സെർച്ച് ചെയ്ത് കണ്ടത്. അപ്പൊ അവിടുന്ന് ഇവിടെ ഓടിച്ചെത്തുമ്പോ അധികം കളിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റേ സാധനം വന്ന പ്രശ്നമാണ്, ഫ്ലീറ്റ് വന്ന പ്രശ്നം. ഫ്ലീറ്റ് ഇല്ലേ, ഫ്ലീറ്റ് വെച്ച് എന്താ മറ്റേ വിമാനങ്ങള് ഇറക്കാൻ പറ്റിയ കപ്പലില്ലേ, എയർക്രാഫ്റ്റ് കാരിയർ. ഇവിടെ കപ്പല് സൈഡിൽ കൊണ്ടുവന്നിട്ട് 10 വിമാനം കയറ്റി വിട്ട് എന്തായി? പ്രശ്നമായി. ആദ്യം പ്രശ്നമായി, അടിയോടടി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ യുദ്ധം പെട്ടെന്ന് എന്ത് ചെയ്യട്ടെ, കാര്യമായിട്ട് യുദ്ധം ഉണ്ടാവാൻ സാധ്യതയാണ് കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റിനൊന്നും വലിയ മാറ്റില്ല, സ്റ്റോക്ക് നനങ്ങിയിട്ടില്ല, വീണോട്ടൊന്നുമില്ല. നല്ല യുദ്ധം ഉണ്ടാവാൻ സാധ്യത എങ്ങോട്ട് പോയാലേ, താഴേക്ക് പോയാലേ, ആകെ തകർന്ന് അടിച്ചാലേ. ഇന്നുവല്ല ന്യൂസ് വന്നിരുന്ന കാലത്ത് കൂടുതൽ ആക്രമണം നടത്തിയിരുന്ന നിങ്ങൾ യുദ്ധം വന്നപ്പോ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? മീഡിയ ശ്രദ്ധിച്ചോ? അതായത് ഇന്ത്യയുടെ 5 ജെറ്റ് വിമാനം അടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിരുന്നു. റോയിറ്റേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത്, BBC റിപ്പോർട്ട് ചെയ്തു. അറിഞ്ഞിരുന്നു ആ സംഭവം? അറിഞ്ഞിരുന്നു? ആ സംഗതി എന്തായിരുന്നു? നോണയായിരുന്നു. ഇത് പിൻവലിച്ചു വരുമ്പോ റോയിറ്റേഴ്സ് പിൻവലിച്ചു. റോയിറ്റേഴ്സ് പോയിട്ട് സാധനം പിൻവലിച്ചു. അപ്പൊ ഇന്ത്യൻ മീഡിയയിലും പറ്റിട്ടാ കുറെ നോണുകൾ അവിടെ അടിച്ചു ഇവിടെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് അന്താരാഷ്ട്ര മീഡിയ ഒന്നും എന്ത് ചെയ്യില്ല. അപ്പൊ യുദ്ധത്തിന്റെ വേറൊരു ശൈലിയാ. അതായത് തെറ്റായിട്ടുള്ള വാർത്തകൾ എന്ത് ചെയ്യുക, തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആളുകളെ മൊത്തത്തിൽ എന്താക്കുക, കൺഫ്യൂസ് ആക്കുക. അത് ഭയങ്കര പാനിക് ഉണ്ടാക്കും. കാരണം 5 വിമാനം ജെറ്റ് വിമാനം അടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കൊക്കെ പേടിയായി. എവിടെ ആക്രമിക്കാൻ പോയിട്ട് 5 പോകും. 5 പോയി പറഞ്ഞ പിന്നെ അവിടെ നിന്ന് 10 വരെ പറയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സംഗതി ഫേക്കാന്നാണ് പറയണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അവനാന്റെ തലയിൽ എന്താണ് മിസൈൽ വരുന്നവരെ വലിയ പ്രശ്നം ഉണ്ടാകും. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനത്തെ സംഗതി. ഞാൻ കഴിഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഒരു ആംബുലൻസ് എന്തോ വന്നില്ലേ, ഭയങ്കര ഒരു സൗണ്ട് വന്നു പെട്ടെന്ന്. ഞാൻ കേട്ടോണ്ടിരിക്കുക, ഞാൻ ഈശ്വര വല്ല മിസൈൽ വലിയ നന്നാണോ ഈ സൗണ്ട് വന്നിട്ട് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ എടുത്തിട്ട് മിസൈൽ വന്നാണെന്ന് വിചാരിച്ചു പറഞ്ഞു. അപ്പൊ മിസൈലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടായിരുന്നു. തിരിച്ചു വരാം.
നമ്മുടെ ഇവിടുന്ന് പോയി അപ്പൊ എത്ര ഡെൻസിറ്റി എത്ര 200 മീറ്റർ പെർ അല്ല 200 പെർ മീറ്റർ സ്ക്വയർ തിരിച്ചു വരിക 200 പെർ മീറ്റർ സ്ക്വയർ ശ്രദ്ധിക്കുക തിരിച്ചു വരിക. അപ്പൊ 1 മീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാരാ 200 ആൾക്കാർ. 1 മീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാരാ 200 ആൾക്കാർ. അങ്ങനെ ഡെൻസിറ്റി കാണാം. ശ്രദ്ധിക്കണം ഇനി വേളം കൂട്ടല്ലേ ഇവിടെ ശ്രദ്ധിക്കേ. ഈ ഡെൻസിറ്റി ഫ്ലക്സിന്റെ കേസിലേക്ക് വരുമ്പോ എന്താ ഫ്ലക്സ് ലൈനിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പറയേ ഈ എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ആണ്. കുഴപ്പമില്ലല്ലോ. ഇതൊരു സർഫസ് ഇതില് 100 ലൈൻസ് പാസ് ചെയ്യുന്നത് നോർമലി എത്ര ലൈൻസ് പാസ് ചെയ്യുന്നത് 100 ലൈൻസ്. ഇതിന്റെ ഏരിയ 5 മീറ്റർ ആണ്. അവിടെ ഡെൻസിറ്റി എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡെൻസിറ്റി എത്രയാ 100 ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നുണ്ട്. മൊത്തം ഏരിയ 5 എത്രയാ ഡെൻസിറ്റി എങ്ങനെയാ കാണുക പറയ 100/5 അല്ലേ. അപ്പൊ ഡെൻസിറ്റി കിട്ടി 100/5. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്നോട് ഈക്വൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ തിയറി പറഞ്ഞു വെച്ചേ ആണോടാ മക്കളെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് 100 എന്ന് പറഞ്ഞാൽ എന്താ 100 എന്ന് പറഞ്ഞാൽ എന്താ ലൈൻസ്. എങ്ങനെയുള്ള ലൈൻസ് പക്ഷെ പറഞ്ഞു 100 ലൈൻസ് എഴുതുമ്പോ എങ്ങനെയുള്ള ലൈൻസാ നോർമലി കുത്തിട്ട് അതുകൊണ്ടാ അല്ലേ ഇവിടുന്ന് ഉള്ളിരിക്കാൻ കിട്ടും. അപ്പൊ നോർമലി ഉള്ള ടോട്ടൽ ഫ്ലക്സ് ലൈനുകളാണ് എന്ത് 100 ആണോ. നോർമലി പാസ് ചെയ്യുന്ന ഫ്ലക്സ് ഫീൽഡ് ലൈനുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇലക്ട്രിക് ഒക്കെ പറഞ്ഞേ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താ നമ്പർ ഓഫ് എങ്ങനെ അതിന്റെ എണ്ണമാണ് എത്ര 100. അപ്പൊ ഈ 100 പകരം മാറ്റി എന്ത് കൊടുക്കാം ഇനി ബൈ 5 എന്താ 5 സർഫസിന്റെ പറ ഏരിയ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ബൈ ഏരിയ. കുഴപ്പമില്ലല്ലോ ഇലക്ട്രിക് ഫ്ലക്സ് ബൈ ഏരിയ. പക്ഷെ കാര്യം കേട്ടോ ഈ ഫൈ എന്ന് പറയുന്നത് എങ്ങനെയാവണം നോർമലി ആവണം. ഫൈ എന്ന് പറയുന്നത് എങ്ങനെയാവണം നോർമലി ആവണം. എപ്പോഴും നോർമലി ആവണം നിർബന്ധം ഉണ്ടാ ഇല്ല. എപ്പോഴും നോർമലി ആവണം നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം കേട്ടോ ഇ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫൈ കിട്ടും. ഇ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫൈ കിട്ടും. അത് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഫ്ലക്സിന്റെ. എന്ത് ഫൈ ഈക്വൽ ടു ഇ ഇൻറ്റു എ. ഇ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. അതിൽ ഒരു കാര്യമുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഏരിയനോട് പക്ക എന്താവണം പെർപെൻഡിക്കുലർ ആവണം. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഏരിയനോട് എന്താവണം പെർപെൻഡിക്കുലർ ആവണം. എന്താ ഭാഷ അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ശ്രദ്ധിക്കുക. തിയറികൾ ക്ലിയർ ചെയ്യും കൺസെപ്റ്റുകൾ ക്ലിയർ ആവട്ടെ. ഉള്ളിക്കല്ലേ ഫീൽഡ് ലൈൻസ് പറഞ്ഞ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ ഇലക്ട്രിക് ഫീൽഡും എങ്ങനെയാ ഉള്ളിക്കല്ലേ. കാരണം എന്തുകൊണ്ടാ the direction of electric field line give the direction of properties പഠിച്ചല്ലേ. the tangent drawn to the electric field line give the direction of electric field. അപ്പൊ ഉള്ളിലേക്കാണ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരും ഇലക്ട്രിക് ഫീൽഡും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തമ്മിൽ എന്താ എങ്ങനെ വരണം പാരലൽ ആയിട്ട് വരണം. ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തമ്മിൽ എന്തായിട്ട് വരണം പാരലൽ ആയിട്ട് വരണം. അതിപ്പോ അങ്ങനെ പറയണേ ഫീൽഡ് ലൈൻസ് സർഫസിനോട് എന്താ പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡ് ഏരിയനോട് എന്താ പാരലൽ. അതാ അങ്ങനെ പറയുന്ന മോശം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏരിയ എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റുകൾ ഉണ്ട് കേട്ടോ. മാസിക്ക് പറയണല്ല കൺസെപ്റ്റുകൾ ഉണ്ട്. ഏരിയ നമ്മൾ പൊതുവെ പറയുന്ന ടൈപ്പ് ക്വാണ്ടിറ്റി ഏരിയക്ക് ഡയറക്ഷൻ ഉണ്ടാവും. ഈ ഡെസ്കിന്റെ ഏരിയ ചോദിച്ചു പിന്നെ മോളിന്റെ ഏരിയ ഡയറക്ഷൻ ഉണ്ടാവും. ബട്ട് ഇൻ സം കേസസ് ഏരിയക്ക് എന്തുണ്ട് ഡയറക്ഷൻ. ഏരിയക്ക് എന്തുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു റിങ് പള്ളിങ്ങാനുണ്ട് അല്ലെങ്കിൽ ഈ വാച്ച് ഇങ്ങനെ ഒരു റിങ് ഞാൻ ആലോചിക്കട്ടോ. ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ.
എനിക്ക് വേണമെങ്കിൽ നേരിട്ട് ഒരു ഇക്വേഷൻ എഴുതി പോയാൽ മതി. എന്താ? ഫ്ലക്സ് ഈക്വൽ ടു എന്താ? EA cos theta. where theta is the angle between electric field and area. ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റുക നോക്കിയോ? അവിടുന്ന് കുറെ വെള്ളം ഇങ്ങോട്ട് വരികയാണ്. വെള്ളം കുഴപ്പമില്ലല്ലോ. എനിക്ക് വേണ്ടത് ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവാണ്. ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ്. വെള്ളം ഇങ്ങനെ വരുന്നു, ഇവിടെ തട്ടണു, എന്നിട്ട് എവിടെ പോവാ? ഇങ്ങനെ പോവാ അല്ല, ഇങ്ങനെയല്ലേ പോവാ? അങ്ങനെ വെള്ളം തന്നെ ഉള്ളത് വരുന്നു. ക്ലിയർ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ പോണ വെള്ളത്തിന്റെ അളവ് എത്രയാ? വേഗം പറ. 0 ആണോ? അതെ. കുഴപ്പമില്ലല്ലോ. വെള്ളത്തിന് പകരം അവിടുന്ന് വരുന്നത് ആരാ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതാണ് നമ്മുടെ ഏരിയ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിലൂടെ ഉള്ളിലൂടെ നോർമലി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈനുകളുടെ എണ്ണം എത്രയാ? 0. കാരണം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റില്ലല്ലോ. സൈഡ് തിരിച്ചിട്ടാണ് പോണെന്ന് കരുതാം. ക്ലിയർ? ഇതൊരു ഓക്കെ അല്ലേ? ഇനി വെള്ളം നാക്കുക. ഞാനിത് കുറച്ച് ഏരിയ എത്രയാ? ഏരിയ മാറ്റിയിട്ടാ മാഷ്? ഇല്ല കേട്ടോ, ഏരിയ മാറ്റിയിട്ടില്ല. പക്ഷെ ഞാനിത് എന്ത് ചെയ്യാണ്? ഞാൻ ഇത് ഇങ്ങനെ ആക്കുക. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം മുണ്ട കുറച്ച് ടിൽറ്റ് ചെയ്തു. വെള്ളം മുണ്ട ഉള്ളിലൂടെ വെള്ളം ചാടി പോയില്ലേ? ചാടി പോണ്ടോ? കുറച്ചുകൂടി ടിൽറ്റ് ചെയ്തു. ഇപ്പൊ ഉള്ളിൽ കൂടെ പോണ വെള്ളത്തിന്റെ വെള്ളം എന്താ? കൂടി. നോർമലി വരുന്ന വെള്ളത്തിന്റെ വെള്ളം കൂടി ഉണ്ടാവും അല്ലെ? പക്ക ഇങ്ങനെയാക്കി. ഇപ്പോഴോ ഫുള്ളായിട്ട് ഇതിന്റെ ഉള്ളിലൂടെ വെള്ളം പാസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണ ഈ രണ്ട് സ്ഥലത്തെ ഏരിയ എന്താണ്? സെയിം ആണ്. ശ്രദ്ധിക്കട്ടോ, രണ്ട് സ്ഥലത്ത് എന്ത് സെയിം ആണ്? ഏരിയ സെയിം ആണ്. രണ്ട് സ്ഥലത്തും ഏരിയ സെയിം ആണ്. പക്ഷെ ഇങ്ങനെ വെക്കുമ്പോ വെള്ളം പാസ് ചെയ്തോ? ഇല്ല. ഇങ്ങനെ വെച്ചപ്പോഴോ വെള്ളം പാസ്. അപ്പൊ അവിടെ എന്തിന് പ്രാധാന്യമുണ്ട്? ഏരിയയുടെ ഓറിയന്റേഷന് പ്രാധാന്യമുണ്ട്. ഏരിയയുടെ എന്തിന് പ്രാധാന്യമുണ്ട്? ഓറിയന്റേഷൻ. എങ്ങനെയാണ് ഏരിയ നിൽക്കുന്നത്? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഏരിയ നിൽക്കുന്നത്. അപ്പൊ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരികയാണ്, അവിടെ ഇങ്ങോട്ട് വരികയാണ്. നമ്മൾ ഇങ്ങനെയാണ് വെച്ചാണ്. അപ്പൊ ഇതിനോട് നോർമലി പാസ് ചെയ്യണ ഫീൽഡ് ലൈൻസ് ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം എന്താ? ഇങ്ങനെയല്ല വന്നിരിക്കണേ. ഇനി ഞാൻ ഈ വെള്ളത്തിന്റെ കേസിന് വരെ നമുക്കൊരു സ്ക്വയർ സങ്കല്പിക്കാം. ശ്രദ്ധിക്കാം, ഇതാണ് എന്റെ സർഫസ്. എന്താ ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താ? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി. അല്ലേ? ഞാൻ ഇങ്ങനെയാണ് വെച്ചാൽ ആദ്യം ഇലക്ട്രിക് ഫ്ലക്സ് നോർമലി പാസ് ചെയ്യണ്ട. ഈ സർഫസിലൂടെ നോർമലി ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ചെയ്യണ്ട? ഇല്ല. ഉണ്ടോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ അതല്ലേ? ഏരിയയുടെ ഡയറക്ഷൻ ഏതാണെന്ന് പറഞ്ഞു. ഏരിയ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ആ സർഫസിനോട് പെർപെൻഡിക്കുലർ വയ്ക്കുക. ആ സർഫസിനോട് എന്ത് വയ്ക്കുക? ഈ പേനയുടെ ഡയറക്ഷൻ ആണ് ഇതിന്റെ ഏരിയയുടെ ഡയറക്ഷൻ. ഈ പേനയുടെ ഡയറക്ഷൻ ആണ് എന്ത്? ഇതിന്റെ ഏരിയയുടെ ഡയറക്ഷൻ. പിടികിട്ടിയ? അതുകൊണ്ടാണ് മാഷ് പറഞ്ഞത് സർഫസിനോട് എന്താണ്? നോർമൽ ആണ്. ആര്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇങ്ങനെ വരുന്നു, അങ്ങോട്ട് പോകുന്നു. ആര്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ? സർഫസിനോട് എന്താ? നോർമൽ ആണ്. ഫീൽഡ് ലൈൻസ് സർഫസിനോട് നോർമൽ ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഫീൽഡ് ലൈൻസ് സർഫസിന്റെ ഏരിയ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനിലാണ് ആരുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഫീൽഡ് ലൈൻസിന്റെ ടാൻജന്റ് ഡ്രോൺ ടു ദ ഫീൽഡ് ലൈൻസ് ആണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക്. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങടാ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനിലല്ലേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകണം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? ശ്രദ്ധിക്കേ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ? അങ്ങോട്ട് തന്നെ ആണോ? അപ്പൊ മാഷി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ വെക്കണ്ട, കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നു, തുളഞ്ഞു കയറി അങ്ങോട്ട് പോകുന്നു. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആരും വരുന്നത്? ഇലക്ട്രിക് ഫീൽഡും വരുന്നത്. അപ്പൊ ഇതാണ് ഈ റെഡ് പേനയാണ്. അപ്പൊ എന്ത്? ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് ആരാ? സർഫസ്. ഇതാരാ? സർഫസിന്റെ ഏരിയ എങ്ങനെയാ വെക്കട്ടെ? സർഫസിനോട് എന്തായിട്ട് വെക്കണം? സർഫസിനോട് എന്ത് വെക്കണം? പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കണം. നേരത്തെ പറഞ്ഞില്ലേ എന്താ പാരലൽ എന്ന് പറഞ്ഞേ? അത് ആദ്യം ക്ലിയർ ചെയ്യുമ്പോ ഈ സർഫസിന്റെ ഏരിയ എങ്ങടാ? ഈ സർഫസ് ഇതിന്റെ ഏരിയ എങ്ങടാ?
പാരലായിട്ട് വെച്ച് എങ്ങടാ പറയണ അത് ക്ലിയർ ആവണ രണ്ട് കാര്യമില്ല എങ്ങടാ അടിയിലത്തെ സർഫസ് ഇതിന്റെ ഏരിയ എങ്ങടാ എങ്ങടാ ഇവിടുന്ന് താഴേക്ക് വെക്കണ്ടേ ഈ സർഫസ് അല്ലേ ഈ കുഞ്ഞു സർഫസ് ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ എങ്ങടാ അങ്ങട് ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങടാ ഈ സൈഡിലത്തെ അങ്ങട് ഇവിടുത്തെ എങ്ങടാ ഈ ചുമര് ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ ഇങ്ങട് ഇത് അപ്പുറത്തെ സൈഡ് ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ അങ്ങട് ഈ അടിഭാഗിന്റെ ഏരിയ വെക്ടർ എങ്ങടാ അതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ എങ്ങടാ ഇവിടുന്ന് തുളച്ച അങ്ങടാണോ പറയുക അല്ല ഈ ചുമരിന്റെ അപ്പുറത്തെ സൈഡിലത്തെ ഏരിയ വെക്ടർ എങ്ങടാ അപ്പുറത്തേക്ക് ഐഡിയ മനസ്സിലായ ഏരിയ വെക്ടർ അപ്പൊ എങ്ങനെ എടുക്കുന്നേ സർഫസിനോട് നിങ്ങൾ എന്ത് വെക്കുക പെർഫെക്റ്റ് അത് ക്ലിയർ അല്ലേ കുഴപ്പമില്ലല്ലോ കണക്റ്റീവ് ആയോ അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആരോട് പെർപെൻഡിക്കുലറാ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ആരും ഇലക്ട്രിക് ഫീൽഡ് അപ്പൊ അത് ഇങ്ങനെ വെച്ച് മാറ്റും ബ്ലാക്ക് ഏരിയ വെക്ടർ എന്താ ഈ സർഫസിന്റെ ഏരിയ വെക്ടർ എന്താ അവിടെ പെർപെൻഡിക്കുലർ ആക്കില്ല വേണ്ടേ അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാ 90 ഇതാണ് ഏരിയ വെക്ടർ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇതാണ് എന്ത് വെക്ടർ ഉറക്കെ പറഞ്ഞേ ഏരിയ വെക്ടർ ആംഗിൾ എത്രയാ 0 അല്ലേ 90 ആണ് ഇങ്ങനെ വരുന്നത് സർഫസ് അല്ല പറയണേ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് സർഫസിന്റെ എന്ത് വെക്ടർ ഏരിയ വെക്ടർ അപ്പൊ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പൊ എത്ര ആംഗിള് ഇനി വേറെ കാര്യങ്ങൾ ചോദിക്കട്ടെ ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിൽ എത്ര ആംഗിള് എത്രയാ 90 പക്ഷെ ഇലക്ട്രിക് ഫീൽഡും സർഫസിന്റെ ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാ 0 പിടിയിട്ടുണ്ടാ അപ്പോ ഈ ഇക്വേഷനിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിക് ഫീൽഡും സർഫസിന്റെ ഏരിയ വെക്ടറും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് സർഫസിന്റെ എന്താണ് ഏരിയ വെക്ടറും തമ്മിലുള്ള ഡയറക്ഷൻ ആണ് കുഴപ്പമില്ലല്ലോ നമുക്ക് എഴുതാം അതിന് മുൻപ് അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യാം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഇലക്ട്രിക് ഫ്ലക്സ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി കുഴപ്പമില്ലല്ലോ ആദ്യത്തെ ചോദ്യം വീണ്ടും ഫിഗർ വെച്ച് ചോദിക്കാൻ മാത്രം ഇതാണ് സർഫസ് ഫീൽഡ് ലൈൻസ് അങ്ങോട്ടാണ് പോണത് ഫീൽഡ് ലൈൻസും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ബന്ധം എന്താ രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം അപ്പോ ഇങ്ങനെയാണ് ഫീൽഡ് ലൈൻ പോണത് അപ്പൊ ഈ സർഫസിനെ സംബന്ധിച്ച് ഇങ്ങടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ശരിയോ തെറ്റോ ശരിയാ ഈ സർഫസിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ടാ അത് പറയേ എങ്ങടാ അങ്ങട് ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ ആംഗിൾ എത്രയാ ഈ കേസില് ഇലക്ട്രിക് ഫീൽഡും പിന്നാരാ സർഫസിന്റെ എന്താണ് ആ വാക്ക് പറയപ്പോ പാരലൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാട്ടോ ഈ കേസില് ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിൽ എത്ര ആംഗിൾ ഇലക്ട്രിക് ഫീൽഡും അപ്പൊ എത്ര പോയിന്റിൽ ഉണ്ടാവണം 3 ഡയറക്ഷൻസ് പറയുന്നുണ്ട് ഒന്ന് ആര് സർഫസ് ഒന്ന് സർഫസിന്റെ എന്ത് വെക്ടർ ഒന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചോദിക്കട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കയറി പോയത് അല്ലെ ഫീൽഡ് ലൈൻസ് ആണോ ഈ ഏരിയ വെക്ടർ എങ്ങടാ ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങടാ അങ്ങോട്ട് ആംഗിളാ പറഞ്ഞത് ആ കേസിൽ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാ ഏരിയ വെക്ടർ എങ്ങടാ അപ്പൊ ഇവിടെ നിങ്ങൾ 0 പറഞ്ഞില്ലേ ഇങ്ങട് എത്രയാ 0 ഇവിടെ ഇങ്ങട് അപ്പൊ എത്രയാ ഒക്കെ പറഞ്ഞേ എടാ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പറഞ്ഞില്ലേ നമ്മള് നേരെ ഓപ്പോസിറ്റ് മനസ്സിലായില്ല അതായത് അവിടുന്ന് ഇങ്ങടാണ് എന്ത് വരണേ ഇലക്ട്രിക് ഫീൽഡ് വരണേ ഏരിയ വെക്ടർ എങ്ങടാ നേരെ അപ്പൊ എങ്ങനെയാ മാർക്ക് ചെയ്യാ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ ശരിയായി വരണം ശരിയാവത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരുന്നു ഏരിയ വെക്ടർ എങ്ങടാ നേരെ ഇങ്ങോട്ടല്ലേ പറയണേ ആണോ അപ്പൊ ആംഗിൾ എത്രയാ 90 ഡിഗ്രി ചോദിക്കട്ടെ ഇങ്ങനെ പിടിച്ചു 90 അല്ല 180 സോറി ഇങ്ങനെ പിടിച്ചു ഞാൻ 90ലേക്ക് എത്തി അതുണ്ടായി ഇത് പറഞ്ഞേ ചോദ്യങ്ങൾ ക്ലിയർ ആകട്ടെ ഇങ്ങനെ പിടിച്ചു സർഫസ് ഇങ്ങനെ പിടിച്ചു ഇലക്ട്രിക് ഫീൽഡ് അവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് എപ്പോഴും അങ്ങനെ അവിടുന്ന് അങ്ങോട്ട്
സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ഒക്കെ എത്ര? സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്ര? ആലോചിച്ച് പറ. സർഫസും അല്ല പറഞ്ഞു കറക്റ്റ്. 0. സർഫസ് ഇതല്ലേ? സർഫസിനോട് ഇങ്ങനെയല്ലേ കയറി പോണേ? അപ്പൊ എത്രയാ? 0. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിക്കുക, അത് ശരിയാവും. ആ പ്രാക്ടീസ് ചെയ്യണം, അത് മനസ്സിലാവണം. ഇങ്ങനെ പിടിച്ചു. സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90. ഏരിയ വെക്ടർ ആയിട്ടാണ് എത്ര? ഇപ്പുറത്തെ സൈഡ് 180 ഉണ്ട്. എവിടെയാണ് ഇതാ? ഈ ഫേസ് ആണോ? അതെ, ശ്രദ്ധിക്കാം, നോക്കാം, പതുക്കെ പഠിക്കാം. ഇങ്ങനെ പിടിച്ചു മാഷ്. അവിടെ നിങ്ങളാണ് എന്ത്? ഫീൽഡ് ലൈൻ. സർഫസും ഫീൽഡ് ലൈൻസും അല്ലെങ്കിൽ ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. പെർഫെക്റ്റ് അല്ലേ? അടുത്ത ചോദ്യം. ഈ കേസില് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാ? കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങടല്ലേ, ഏരിയ വെക്ടർ ഇങ്ങടാ. ക്ലിയർ? ഒന്നും കൂടെ ചോദിക്കാം. ഈ കേസിൽ സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90. അത് 180 പറയുന്നത് കറക്റ്റ് ആണ്. ശ്രദ്ധിക്കും, 180 പറഞ്ഞത് കറക്റ്റ് ആണോ? അതെ. അത് ഏത് ഫേസാ? 2 ഫേസ് ഉണ്ട് അല്ലെ? ഈ ഫേസും ഉണ്ട്, ഈ ഫേസും ഉണ്ട്. ഈ ഫേസിലത്തെ ഏരിയ വെക്ടർ എങ്ങടാ? ഇങ്ങടും. ഈ ഫേസിലത്തെ ഏരിയ വെക്ടർ എങ്ങനെ എടുക്കണ്ടേ? ഇങ്ങടും ആണ് എടുക്കണ്ടേ. അതിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. ഈ ഫേസിലോ എത്രയാ? 0. കറക്റ്റ് ആണ്. അത് എത്ര ചോദ്യം ഉണ്ട് അവിടെ? ശരിയാക്കാം, അത് വേണം നമുക്ക്. അത് ക്ലിയർ ചെയ്ത് ചോദിക്കാൻ ശ്രദ്ധിക്കും. എത്ര ചോദ്യങ്ങളുണ്ട്? 2 ചോദ്യങ്ങൾ. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 3 ക്വാണ്ടിറ്റി ഉണ്ട്. ഏതൊക്കെ 3 ക്വാണ്ടിറ്റി? സർഫസ്, പിന്നെ സർഫസിന്റെ, പിന്നെ ആരുടെ ഡയറക്ഷൻ? അത് മനസ്സിലായി. കുറെ പേർക്ക് പിടികിട്ടിണ്ട്, ശരിയാവണൊക്കെ ഉണ്ട്. ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ വെച്ചു. ഫീൽഡ് അവിടെ നിങ്ങൾ. ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഇപ്പോ സർഫസ് ശരിയാണ്. എത്രയാ? സർഫസ് ഇതല്ല ഇതാ. അതാണ് ഇത്ര ആലോചിച്ചാൽ ശ്രദ്ധിക്കും. അത് കറക്റ്റ് ആവണ്ട, മുന്നോട്ട് പോകാൻ പറ്റില്ല. ശ്രദ്ധിച്ചേ. അവിടെ നിങ്ങൾ വെള്ളം വരികയാണ്. കുറെ വെള്ളം അവിടെ നിന്ന് വരും. അവിടെ ശ്രദ്ധിക്കടാ. ഇവിടെ ശ്രദ്ധിക്കേ. അവൾക്ക് മനസ്സിലായില്ല, അവൾ പറഞ്ഞ ശരിയാണ്. അവിടെ നിങ്ങൾ വരുന്നുണ്ട്, വെള്ളം വരും. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ശരിയാവുണ്ട്. കുറെ പേരൊക്കെ ശരിയാകുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ശരിയാവണം. അവിടെ നിങ്ങൾ വെള്ളം വരും. ഞാൻ ഈ ബുക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു അത് ഈ പുസ്തകം വെള്ളത്തിനോട് എന്ത് ചെയ്തോ? പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചോളാം പറഞ്ഞു. ഈ പുസ്തകം വെള്ളത്തിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കാം. ഇങ്ങനെയാണോ കൊണ്ടുവയ്ക്കുക? അല്ല, നിങ്ങൾ എങ്ങനെ കൊണ്ടുവയ്ക്കും? ബ്ലോക്ക് ചെയ്ത് വയ്ക്കും അല്ലേ? അപ്പൊ ഈ സർഫസ് വെള്ളത്തിന്റെ ഒഴുക്കിനോട് ഇപ്പൊ എന്താ ആംഗിൾ എത്രയാ? അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ ഇലക്ട്രിക് ഫീൽഡും സർഫസ് പക്ഷെ ഇങ്ങനെയാണ് തുടങ്ങുന്നത് അല്ലെ? അത് ഈ സർഫസ് അല്ലെങ്കിൽ ഈ സർഫസ്, മൊത്തത്തിൽ ഈ സർഫസ് ഇലക്ട്രിക് ഫീൽഡിനോട് എത്ര ഡിഗ്രി ഇല്ല? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ അല്ലേ? ഈ ഫേസിലെ ഏരിയ വെക്ടർ എങ്ങടാ? ഇങ്ങട്. അപ്പൊ ഇതാണ് ഏരിയ വെക്ടർ, ഇതാണ് എന്ത്? സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? 2 ചോദ്യങ്ങളാ. ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിൽ ഇപ്പോ ആലോചിച്ച് പറയുന്നത് കൂട്ടായിരിക്കും. ആംഗിൾ എത്ര? സർഫസ് തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90. ഇതല്ലേ സർഫസ്? കുറെ പേർക്ക് ശരി. ഇലക്ട്രിക് ഫീൽഡും ശ്രദ്ധിക്കേ, ശരിയാവണ്ടേ? ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇലക്ട്രിക് ഫീൽഡും ഈ സർഫസ് സ്പേസിന്റെ ഏരിയ വെക്ടർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഈ സർഫസ് സ്പേസിന്റെ ഏരിയ വെക്ടർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ വെച്ചു ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്ര? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ, സർഫസും ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കും. എത്രയാ ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ എത്രയാണ്? അത്രേ ഉള്ളൂ. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഇനി ബോർഡിൽ 1-2 ഫിഗർ വരയ്ക്കാം. 3 ഡെറിവേഷൻ ഇതിന്റെ പുറത്താണ് ചെയ്യാനുള്ളതാ, ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് പറയട്ടെ. തിരക്കൂട്ടായിരിക്കോ? തിരക്കൂട്ടിട്ട് ഒന്നും ചെയ്യാല്ലേ? നമുക്ക് ഒരു പടം വരയ്ക്കാം. ബോർഡിൽ ശ്രദ്ധിക്കുക.
എയും തമ്മിലുള്ള ആംഗിൾ. ഇതാണ് ആദ്യത്തെ ഫേസ്. ഇയും എയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് കണ്ടുപിടിച്ചത്. ഈ എ എന്ന് വെച്ചാൽ എന്താ? ഏരിയ. അത് 3 ഡയമെൻഷണൽ ഫിഗർ ആണ്, മനസ്സിലായില്ലേ? ഒരു സിലിണ്ടർ ചെണ്ട പോലത്തെ ഒരു സാധനം, മുകളിലത്തെ സർഫസ്. ആ മുകളിലത്തെ സർഫസിന് ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? അപ്പൊ അവിടെ ഏരിയ ആയിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചത്. ആലോചിച്ച് പറയാ. സർഫസ് ഏരിയ എത്ര ആംഗിൾ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എ? എത്രയാ? 0. കാരണം എന്തുകൊണ്ടാ? ഈ മുകളിലത്തെ ഫേസിന്റെ ഏരിയ വെക്ടർ എങ്ങടാ? മുകളിലേക്ക് അല്ലേ? ആണോ? ഒരു ചെണ്ട സങ്കല്പിക്കുക. അപ്പൊ എന്താ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? മുകളിലത്തെ സർഫസ് അല്ലേ? അതിന്റെ മുകളിലേക്ക് നമ്മൾ എങ്ങടാ വെക്കുക ഏരിയ വെക്ടർ? അതും മുകളിലേക്ക് വെക്കുക. അപ്പൊ എത്ര വരിക? 0. അടുത്ത കേസ് ശ്രദ്ധിക്കട്ടെ, ബോർഡിൽ ശ്രദ്ധിക്കേ, തിരക്കൂട്ടല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അടുത്ത ആംഗിൾ പറഞ്ഞത് ഇയും എയും തമ്മിലുള്ള ആംഗിൾ. ഇയും എയും തമ്മിലുള്ള ആംഗിൾ. അപ്പൊ ചെണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ചെണ്ട എടുത്തിട്ട് തിരിച്ചു വെച്ചു. ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? അങ്ങോട്ട്. ഈ ഫേസ് ആണ് ചോദിക്കണത്. എത്രയാ? ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ മാഷ് മാർക്ക് ചെയ്യേണ്ടത്? ഇതിന്റെ ഏരിയ വെക്ടർ എങ്ങടാ മാർക്ക് ചെയ്യണ്ടേ? എങ്ങടാ? മുകളിലേക്കാണോ? 90 പറയണവര് പറഞ്ഞ മുകളിലേക്കാണോ മാർക്ക് ചെയ്യുക? അപ്പൊ ഞങ്ങൾ എത്ര വരിക? 0. ഐഡിയ മനസ്സിലാവണ്ട. പക്ഷെ 1-2 ചോദ്യങ്ങൾ. ഈ സർഫസ് ഇല്ലേ, ഈ കേസില് ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90. ഇവിടെയോ? ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഇവിടെ എത്രയാ? സർഫസ് ഇങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ ഏരിയ വെക്ടറിന്റെ ആംഗിൾ എത്രയാ? ഇവിടെ ഏരിയ വെക്ടറിന്റെ ആംഗിൾ എത്രയാ? ഇനി വേറെ ചോദിക്കാം. ഇങ്ങനെ ഈ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ എത്രയാ? ഏരിയ വെക്ടറിന്റെ ആംഗിൾ എത്രയാ? 90. നിങ്ങളുടെ എന്താ പോവാ? എപ്പോഴും അങ്ങനല്ലേ? മനസ്സിലാവുണ്ടോ? ഐഡിയ മനസ്സിലാവുണ്ടോ? അപ്പൊ ഫൈനലായിട്ട് ചോദിക്കാം, എത്ര കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു നമ്മള്? സർഫസിന്റെ എന്ത്? ഏരിയ വെക്ടർ, ഇലക്ട്രിക് ഫീൽഡ്. 3 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞു പിടിച്ചു വന്ന എന്താ? E ഈക്വൽ ടു ആരാ? 100 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊത്തം ലൈനുകളുടെ എണ്ണം. 5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏരിയയുടെ. 5 എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ. അപ്പൊ ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. വെറുതെ E ഇൻറ്റു എ ചെയ്താൽ മതിയോ? പോരാ. വെറുതെ E ഇൻറ്റു എ ചെയ്താൽ പോരാ. വെറുതെ E ഇൻറ്റു എ ചെയ്യാം. എപ്പോ? ഇലക്ട്രിക് ഫീൽഡ് പക്ക എന്താകുമ്പോ? വെരി ഗുഡ്. നോർമൽ ആകുമ്പോ. ചിലപ്പോ സർഫസിനോട് എന്താവണമെന്നില്ല, നോർമൽ ആവണം നിർബന്ധം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വെച്ചാൽ പക്കയാണ്. ജസ്റ്റ് E ഇൻറ്റു ഇതിന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. കുഴപ്പമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കണ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഇത്തിരി ടിൽറ്റ് ആയിട്ട് ഇരിക്കണ വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ വന്നു അല്ലെ അവിടെ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങടല്ലേ, ഏരിയ ഇങ്ങടല്ലേ? ഇങ്ങനെയല്ലേ വെക്കേണ്ട ഏരിയ? ഏരിയ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വെക്കണ്ടേ? ആണോ? അപ്പൊ അവിടെ ഇയും എയും തമ്മിൽ എന്ത് വരും? ആംഗിൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ വരണ ഇലക്ട്രിക് ഫീൽഡ് ഏരിയനോട് പെർപെൻഡിക്കുലർ ആണോ? അല്ല. അപ്പൊ വരണ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എത്ര കമ്പോണന്റ് ആക്കണം? ഈ സൈൻ തീറ്റയും എന്നിട്ട് അതിന് ഈ കോസ് തീറ്റ വേണം എടുക്കാൻ. ഈ കോസ് തീറ്റ സർഫസിനോട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ. വാക്കുകൾ ശ്രദ്ധിക്കുക. എന്തിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും? സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏത്? ഈ കോസ് തീറ്റ കമ്പോണന്റ്. അപ്പൊ ഫ്ലക്സ് കാണുമ്പോ നമ്മൾ ഏതൊക്കെ മൾട്ടിപ്ലൈ ഉണ്ട്? ഈ കോസ് തീറ്റ ഇൻറ്റു എ ഈക്വൽ ടു എന്ത് കിട്ടും? പൈ കിട്ടും. എന്തുകൊണ്ട് ഈ കോസ് തീറ്റ എടുക്കാൻ കാരണം? എല്ലാ സമയത്തും ഇലക്ട്രിക് ഒരു കാര്യം ചെയ്യാം. ഈ 90 ആവുമെന്ന് കരുതാം. തീറ്റ 90 കൊടുത്തു നോക്കി നിങ്ങള്. കോസ് 90 എത്ര വരും? കോസ് 90 0 അല്ലേ? കോസ് 90 എത്ര വരും? 0 വരും. കോസ് 90 എത്ര വരും? 0 വരും. ശരിയല്ലേ? അപ്പൊ ഫ്ലക്സ് എത്ര വരും? അപ്പോ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കില്ലേ? ഫ്ലക്സ് എത്ര വരും? 0 അല്ലേ വരണ്ടേ? ശരിയാണോ നോക്കാം നമുക്ക്. കോസ് 90 തീറ്റ എത്രയാ?
ആലോചിച്ച് പറയണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണോ പിടിക്കണ്ടേ, ഇങ്ങനെയാണോ പിടിക്കണ്ടേ? ആലോചിച്ച് പറയാ. ഇങ്ങനെയാണോ പിടിക്കണ്ടേ, ഇങ്ങനെയാണോ പിടിക്കണ്ടേ? ഇങ്ങനെ, ഇങ്ങനെ, എങ്ങനെ? തീറ്റ എത്രയാ? ഇത്രയേരം സംസാരിച്ചതാ. ഇങ്ങനെ വെക്കണോ? ഇങ്ങനെ വെക്കണതിനെ എന്ത് വിളിക്കാം? പരത്തി വെക്കണോ, കുത്തനെ വെക്കണോ? എങ്ങനെ വെക്കണം? പറഞ്ഞേ, പരത്തി വെക്കണം. പരത്തി വെക്കുമ്പോ തീറ്റ എത്രയാ? ഫീൽഡ് അങ്ങടല്ലേ, ഏരിയ വെക്ടർ അങ്ങടാ. ഫ്ലക്സിലേക്ക് കേറുക. വെള്ളം കയറിയോ? അങ്ങനെ വെച്ചപ്പോ വെള്ളം വാച്ച് വെച്ചിട്ട് വെള്ളം കയറിയോ? ഇല്ല. ഉത്തരം എത്ര വന്നു? ഫ്ലക്സ് എത്ര വന്നു? ഇനി കുറച്ച് ടിൽറ്റ് ചെയ്തു, തീറ്റ കൂടിയില്ലേ? തീറ്റ കൂടുമ്പോ കോസ് തീറ്റ കൂടില്ലേ? ഉത്തരം 0 ആണ്. അപ്പൊ അല്ല, ഫ്ലക്സ് പതുക്കെ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണതിനനുസരിച്ച് ഫ്ലക്സ് എന്ത് ചെയ്യാണ്? കൂടി 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 വരികയാണ് അല്ലേ? പക്ക ഇങ്ങനെ. അപ്പൊ എന്തായി? അപ്പൊ എന്തായി പറയേ? മാക്സിമം ഫ്ലക്സ് ആയി അല്ലേ? 91, 92, 93, 94 എന്താ സംഭവിക്കുക? ഫ്ലക്സ് എന്ത് ചെയ്യാൻ തുടങ്ങും? ശരിയല്ലേ? ഫ്ലക്സ് കുറയുന്നല്ലേ ചെയ്യാ? ആണോ? നെഗറ്റീവ് അല്ലേ വരാൻ പോണ സെക്കൻഡ് ക്വാഡ്രന്റിലെ കോസിന്റെ വാല്യൂ? കുറയല്ലേ ചെയ്യപ്പോ? കുറഞ്ഞു 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 180 ആയി. ഫ്ലക്സ് എന്താ? ഇല്ല. ഇങ്ങനെയായില്ലേ? മനസ്സിലാവണ്ട? ഇങ്ങനെ പോകും. ക്ലിയർ? അപ്പൊ നമ്മൾ എടുത്ത കണക്ക് ശരിയല്ലേ? നോക്കിയേ, തീറ്റ കോസ് തീറ്റ എടുത്തു. ഇങ്ങനെ വെക്കുമ്പോ എത്ര കിട്ടണം? 0 കിട്ടണം. 0 കിട്ടണ്ട കണക്ക് പ്രകാരം? കിട്ടുന്നുണ്ട്. കാരണം ഇങ്ങനെ വെക്കുമ്പോ തീറ്റ എത്രയാ? തീറ്റ എത്രയാ? തീറ്റ എത്രയാ? 90. ഫ്ലക്സ് എത്രയാ? കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോ മാക്സിമം കിട്ടണ്ട? കിട്ടുന്നുണ്ട്. നോക്കാം, മാക്സിമം കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തിനാ? ഇവിടുത്തെ സർഫസ് ഏരിയ എങ്ങടാ? വെക്ടർ എങ്ങടാ? തീറ്റ എത്രയാ? തീറ്റ എത്രയാ? 0. കോസ് 0 എത്രയാ? 1. അപ്പൊ എന്ത് കിട്ടും? E into A. ക്ലിയർ? അപ്പൊ ഫ്ലക്സ് കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്തിക്കാവുന്നതാണ്. പക്കാ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് E into A ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ ആംഗിൾ ഉണ്ടെങ്കിൽ ഫ്ലക്സ് കാണാൻ എന്താ ഇക്വേഷൻ? EA, E cos theta A, അല്ലെങ്കിൽ ഭംഗിയാക്കിട്ട് എഴുതുന്നു എന്താ? EA cos theta. E വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ? അതെ. ഏരിയ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഇപ്പോ അതെ. ഇപ്പോ അതെ അല്ലെ? സ്പെഷ്യൽ ഒക്കേഷൻസിലാണ്. സാധാരണ നമ്മൾ ഏരിയ പറയുമ്പോൾ ഡയറക്ഷൻ പറയും ഇല്ല, പക്ഷെ ഈ കേസിൽ അത് വേണം. അപ്പൊ രണ്ട് വെക്ടറുകൾ അവരുടെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? അവരുടെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്? അപ്പൊ എന്ത് പ്രൊഡക്റ്റാ? ക്രോസ് പ്രൊഡക്റ്റ് ആണോ? ഡോട്ട് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് വരണമെങ്കിൽ ഏതാ? സൈൻ തീറ്റ. അപ്പൊ ഫൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? പറഞ്ഞേ, ഈ വെക്ടർ പറയാൻ ശ്രദ്ധിക്കേ. ഈ വെക്ടർ ഡോട്ട് എന്താ? എ വെക്ടർ. ഇത് പലർക്കും അറിയില്ല സംഭവം. ശരിക്കും പലരും മനസ്സിലാക്കൂല. എന്ത്? സർഫസിന്റെ ഭാഗം നോക്കില്ല, ആംഗിൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചു പോകും. തീറ്റ എടുക്കുന്നത് ക്ലിയർ ആണോ? തീറ്റ എടുക്കുന്നത് ക്ലിയർ അല്ലേ? അതറിയണം. അല്ലെങ്കിൽ മോളിക്ക് പോകുമ്പോൾ മനസ്സിലാവില്ല ഡെറിവേഷൻ. ഇനി തീറ്റ എടുത്തിട്ട് വേണം 3 ഡെറിവേഷൻ നമുക്ക് ഈ പാഠത്തിൽ ചെയ്യാനുള്ളത്. ഈ സമയം പോയിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നമ്മളിപ്പോ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ എഴുതി പോകാൻ പറ്റും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു കൺസെപ്റ്റ് പുതിയത് മനസ്സിലായോ? ഇപ്പോ ഏരിയ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ആണോ? ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് അവിടെ നിന്ന് സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? വേഗം പറഞ്ഞു. സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് 0. ഇതല്ലേ അത് ഏരിയ. ഓക്കെ. സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? ഏരിയ വെക്ടർ ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? ഏരിയ വെക്ടർ എത്രയാ? 0. ഏരിയ വെക്ടർ എത്രയാ? ഇവിടുത്തെ ഏരിയ വെക്ടർ എത്രയാ? ഇവിടുത്തെ ഏരിയ വെക്ടർ എത്രയാ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. ഇവിടുത്തെ ഏരിയ വെക്ടർ എത്രയാ? 90. ഇവിടുത്തെ ഏരിയ വെക്ടർ എത്രയാ? ഫീൽഡ് അങ്ങോട്ട്. ഇവിടുത്തെ എത്രയാ? ഇവിടുത്തെ എത്രയാ? ഇവിടുത്തെ എത്രയാ? 180. ഇവിടുത്തെ എത്രയാ? മനസ്സിലാവുണ്ടോ? ഇവിടുത്തെ ഈ കേസ് പറഞ്ഞേ. സർഫസ് ആയിട്ടുള്ള ആംഗിൾ എത്രയാ? സർഫസ് 0. ഏരിയ? ഇവിടുത്തെ ഏരിയ വെക്ടർ. ഇവിടുത്തെ ഏരിയ വെക്ടർ. ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങനെയല്ലേ വയ്ക്കുക? എത്രയാ? 180. ഇലക്ട്രിക് ഫീൽഡ് അങ്ങടല്ലേ? ഏരിയ വെക്ടർ ഇങ്ങടല്ലേ? ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ എത്രയാ?
ഇവിടെ ഏരിയ വെച്ചാൽ മനസ്സിലായ ഇവിടെ കുഞ്ഞു ഏരിയയിൽ റെക്ടാങ്കിൾ ഇവിടത്തെ ഏരിയ വെക്ടർ ആംഗിൾ എത്രയാ ക്ലിയർ ആയോ അത് പെർഫെക്റ്റ് ആയോ ആ ഡെറിവേഷൻ ഇപ്പൊ മനസ്സിലാവുന്നതിന്റെ അതിന്റെ പ്രാധാന്യം എന്താണ് ചെറിയൊരു കാര്യം നിർത്താൻ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ ആ കറക്റ്റ് സമയം അപ്പൊ ഒന്ന് എഴുതി അവസാനിപ്പിക്കും അത് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ ഈ സാധനം ആദ്യമായിട്ടാണോ പഠിക്കണേ ആലോചിക്കണം ഈ സാധനം ആദ്യമായിട്ടാണോ പഠിക്കണേ അല്ല 10ാം ക്ലാസ്സിൽ ജനറേറ്റർ പഠിച്ചിട്ടുണ്ടോ ജനറേറ്റർ ചെയ്യുമ്പോ അത് അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ വെച്ചിട്ട് പറയേ ശ്രദ്ധിക്കേ വേളം കൂട്ടണ്ട മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഉള്ളിൽ ഈ സാധനം കൊണ്ടുപോയിട്ട് എങ്ങനെ വെക്കും കുത്തനെ വെക്കുക അവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ എന്നിട്ട് ഇങ്ങനെയാ കൊണ്ട് വെക്കിയത് എന്നിട്ട് പറയാം ആംഗിൾ 0 ഓർമ്മയുണ്ടാ ഒന്ന് ആലോചിച്ച് വെക്കാൻ കിട്ടും 10ൽ പഠിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് പറയും ആംഗിൾ എത്രയാണെന്ന് പറയും 0 എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെയാ ആംഗിൾ 0 എന്ന് പറയണേ കാരണം ഇങ്ങനെ ഒരു ലൈൻ അതിനോട് എന്തായിട്ട് വെക്കണം നമ്മള് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വെക്കണേ പിന്നെ എന്താ ആംഗിൾ എത്ര പറയണേ 0 പറയണേ മനസ്സിലാവണ്ട ഇങ്ങനെ വെച്ചിട്ട് പറയുന്നത് ആംഗിൾ എത്രയാന്ന് പറയും 90 എന്ന് പറയും ഇങ്ങനെ വെച്ച് എങ്ങനെയാ അങ്ങോട്ട് പോകുന്ന സാധനം അതിനോട് പരത്തി വെച്ചേക്കുക അതിന് പറയും ആംഗിൾ എത്രയാന്ന് 9 അവിടെ എത്ര സാധനങ്ങളുണ്ട് 2 സാധനങ്ങൾ ഒന്ന് സർഫസ് ഇറ്റ്സെൽഫും ഒന്ന് സർഫസിന്റെ എന്ത് ഏരിയ അപ്പൊ അതാണ് ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഇങ്ങനെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് ഫ്ലക്സിനോട് എന്താന്ന് പറയണേ 0 എന്ന് പറയാനുള്ള കാരണം എന്താ ഫ്ലക്സ് അങ്ങട് ഏരിയ വെക്ടർ എങ്ങടാ അങ്ങട് അതങ്ങനെയാണ് വരണേ ഇവിടെ ആംഗിൾ എത്രയാ പറഞ്ഞു ഇപ്പൊ ആംഗിൾ എത്രയാ 90 അല്ലേ ഇവിടെ 0 എന്ന് പറയുമ്പോ ഈ വാല്യൂ എത്രയാ മാക്സിമം 0 എന്ന് പറയുമ്പോ വാല്യൂ എത്രയാ മാക്സിമം ഇപ്പൊ എത്രയാ 90 എന്ന് പറയുമ്പോ എത്രയാ 0 ആണോ പിന്നെ ഇങ്ങനെ എത്രയാ 180 മാക്സിമം പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വീണ്ടും 360 എത്രയാ 360 അല്ല ഇതിന്റെ ഇടയിൽ എന്ത് വരും 270 ഉണ്ട് അല്ലെ 270 എത്രയാ 270 അല്ലെ 270 എത്ര വരും 0 അല്ലെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരും 360 അപ്പൊ എന്തായി വീണ്ടും മാക്സിമം അതാണ് നമ്മൾ 10ൽ പഠിച്ചിട്ടുണ്ടാവുക ആദ്യം എന്ന് പറഞ്ഞ പക്ഷെ മാക്സിമം എന്നല്ലേ പറഞ്ഞേ മാക്സിമം എന്ന് പറയുമ്പോൾ കറന്റ് ഇവിടെ കയറും പിന്നെ എത്ര വരും 0ലേക്ക് വരും പിന്നെ 180 എന്ന് പറയുമ്പോൾ മാക്സിമം പഠിച്ചിട്ടില്ലേ പിന്നെ ഒരു ഗ്രാഫ് മുകളിൽ കയറും പഠിച്ചിട്ടുണ്ടോ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാടുണ്ടല്ലോ ഇങ്ങനെ കുറെ പിക്ചർ ആയിട്ട് കൊടുത്തിട്ടില്ലേ ജനറേറ്റ് പഠിപ്പിക്കുമ്പോ കുറെ പിക്ചർ ആയിട്ട് ഇങ്ങനൊരു പടം അതില്ലേ ഇപ്പൊ ഉണ്ട് 10ലുണ്ട് പഠിക്കും ഏതാ 8ലാണ് 10ലല്ലേ 10ലല്ല ആ എത്ര ഓട്ടെ ചെറിയൊരു ഡെഫിനിഷൻ എഴുതി വെച്ചേ അത് എഴുതിയെന്നോളൂ അല്ലെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ phi equal to EA cos theta phi equal to E dot A വേറെ രീതിയിൽ ഇപ്പൊ ചെറിയ ഫ്ലക്സ് ആണ് കാണാനുള്ളത് ചെറിയൊരു ഏരിയ കൂടിയുള്ള ഫ്ലക്സ് അപ്പൊ ദാ d phi equal to ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ds അതിന്റെ ഒരു സ്മോൾ വേർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ചെറിയ ഏരിയയിലുള്ള വളരെ ചെറിയ ഏരിയ എന്തിനായിരിക്കും ഈ ds എഴുന്നള്ളിച്ച് കൊണ്ടുവരണേ എന്ത് കൊണ്ടുവരാനാ കഴിഞ്ഞ കൊല്ലമുള്ള ആളുകൾക്ക് പറഞ്ഞൂടെ സ്മോൾ ഏരിയ എടുത്തിട്ട് കൊണ്ടുവരുന്നത് എന്തിനാ അവസാനം എന്നിട്ട് ടോട്ടൽ കിട്ടണമെങ്കിൽ ഡിഫറൻസിയേഷൻ അല്ല ഇന്റഗ്രേഷൻ എന്താ ഇന്റഗ്രേഷൻ ഓർമ്മയില്ലേ കഴിഞ്ഞ നമ്മൾ പറയാറില്ലേ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാറില്ലേ ലെറ്റ് ദ സ്മോൾ ഡിസ്റ്റൻസ് ആര് dr അങ്ങനെ പറഞ്ഞിട്ടാണ് വേരിയബിൾ ആവണ കേസ് അല്ലേ ആണോടാ ശരിയല്ലേ ലെറ്റ് ദ സ്പ്രിങ്ങിന്റെ എക്സ്പാൻഷൻ സ്മോൾ ഡിസ്റ്റൻസ് dx ഇന്റഗ്രേഷനിലേക്ക് പോയി ഓർമ്മയുണ്ടാ സാധനങ്ങൾ വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നാളെ ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്യാം d phi equal to എന്താ E dot ds അപ്പൊ എന്തുകൂടെ എഴുതണം ടോട്ടൽ ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ശ്രദ്ധിക്കുക ഇതേപോലെ കഴിഞ്ഞു കൂടാം ടോട്ടൽ ഫ്ലക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഈ d phi എന്ത് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യണം അപ്പൊ എന്താ വരിക ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താ E dot ds ഇത് പേടിക്കണ്ട ഇത് പറഞ്ഞു തരാം കേട്ടോ ഇത് എന്തൊക്കെയാന്നുള്ളത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ഇത് വെച്ചിട്ടാണ് നമുക്ക് 3 ഡെറിവേഷൻ കോസ് ചെയ്യാൻ പഠിക്കാനുള്ളത് ഇത് നാളേക്ക് നോക്കാം നമുക്ക് അപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കാം ഇനി അതിന് തൊട്ട് താഴെ എഴുതി വെക്കുക യൂണിറ്റ് ഓഫ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഈ വൈകുന്നേരം അറിയാം കുഴപ്പമില്ല SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നത് 2 യൂണിറ്റ് ഉണ്ട് പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാനാണ് കേട്ടോ
ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് ഓർ വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ. ഇന്റഗ്രലിന്റെ കേസ് നോക്കണ്ട കേട്ടോ, ഇത് നാളെ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ കഴിഞ്ഞാലും പറഞ്ഞല്ലേ, ചെറിയൊരു സർഫസിൽ കാണാം, എന്നിട്ട് മൊത്തം സർഫസ് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു വെച്ചോ. രണ്ട് കാര്യങ്ങളെ ആകെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഏതാ? ഒന്ന് ഡെറിവേഷൻ ആണ് അല്ലേ? ഒന്ന് ഡെറിവേഷൻ. എവിടെയുള്ള ഡെറിവേഷനാ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഏത് ലൈനാ? ഇക്വറ്റോറിയൽ ലൈൻ. എന്ത് ഇക്വേഷൻ വന്നേ? 1/4πε0 പറയുന്ന കാര്യം പറയേ P/r. ആക്സിയൽ എത്ര P ആവുന്നേ? 2P. അപ്പോ ഇക്വറ്റോറിയലിലുള്ളതിന്റെ ഡബിൾ ആണ് എവിടെയുള്ളത്? ആക്സിയലിലുള്ളത്. ഇക്വറ്റോറിയലിലുള്ളതിന്റെ ഡബിൾ ആണ് എവിടെയുള്ളത്? പിന്നെ നമ്മൾ കണ്ടെത്താ വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ചോദിച്ചില്ല, ഇതിലും ചോദിച്ചില്ല, നാളെ ചോദിക്കാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ദ സർഫസ്. കുഴപ്പമില്ലല്ലോ. എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് കാണുക? ഇലക്ട്രിക് ഫ്ലക്സ് കാണുക? ഇലക്ട്രിക് ഫീൽഡും എന്ത് വെക്ടറാ? ഏരിയ വെക്ടർ. നമ്മൾ സംസാരിച്ചപ്പോ എന്തുകൊണ്ട് ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ ഇതാണോ? വലിയ ഏരിയ ആണോ എടുക്കണേ? അല്ല, ഇതെന്താ? സർഫസ്. ആ ആംഗിളുകൾ ലാസ്റ്റ് ഒന്ന് പറഞ്ഞ് 6 ചോദ്യമാണുള്ളത്. സർഫസും ഫീൽഡ്. ആ ലക്ഷ്മി ബാഗ് ഇതാക്കി വെച്ചിരുന്നേ, അവിടെ തെറ്റിക്കോ. സർഫസും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ ലക്ഷ്മി? സർഫസും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? സർഫസ് ഇത് മൊത്തമാണ്. അത് ശ്രദ്ധിച്ചേ. സർഫസിന്റെ മുളക് മൊത്തം ഈ എൻ്റെ പീസ്. ഫേസ് എന്ന് പറയുമ്പോഴാണ് ഇതും, ഏരിയ വെക്ടർ എന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ ഇങ്ങടും ഇവിടുത്തെ അങ്ങോട്ടും വരുന്നത്. അപ്പോ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മളോട് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ബുക്ക് വയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ വയ്ക്കുക? ഇങ്ങനെയാണ് വയ്ക്കുക. അല്ല, സർഫസ് ഇങ്ങനെയല്ല വയ്ക്കുക. അപ്പൊ പറഞ്ഞേ സർഫസും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ഇപ്പൊ എത്രയാ? 90. ഈ ഫേസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. വെരി ഗുഡ്. ഈ ഫേസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 180. 3 ചോദ്യം കഴിഞ്ഞു. അടുത്തത് ഇങ്ങനെ വെച്ചു മോളെ. സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എന്താ? 0. കറക്റ്റ് ആണ്. അവിടെ തെറ്റിച്ചു വരും. സർഫസും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 അല്ലേ വരിക? അവളാണ് തെറ്റിച്ചത്. ഏരിയ. ഈ ഏരിയ വെക്ടർ എത്രയാ? 90. ഇവിടെ എത്രയാ? 90. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ എത്ര കാര്യങ്ങളുണ്ട് അവിടെ? 6 ചോദ്യം, എത്ര പോയിന്റ്? ഏതൊക്കെ വരും? ഇലക്ട്രിക് ഫീൽഡ്, സർഫസ്, ഏരിയ ഓഫ് സർഫസ്. എന്താണ് ഏരിയ ഓഫ് സർഫസ്? പെർഫെക്റ്റ് ആയോ? അത് ഇനി ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ കോസ് തീറ്റ കൊണ്ടുവന്നേ? കോസ് തീറ്റ കൊണ്ടുവരാൻ കാരണം ടിൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇങ്ങനെ വരുമ്പോൾ വെള്ളം പാസ് ചെയ്യണ്ട ഇല്ല. അപ്പൊ എത്ര വരണം? ഏരിയ വെക്ടർ 90. കോസ് 90 എത്രയാ? 0. ഫ്ലക്സ് എത്രയാ? ഉള്ളിലൂടെ വന്ന ഫ്ലക്സ് എത്രയാ? പറയേ 0. ഇത് ഞാൻ ചിരിച്ചു. ഫ്ലക്സ് വന്നു തുടങ്ങിയില്ലേ? ഉള്ളിലൂടെ പാസ് ചെയ്യണ്ടാവില്ല. ഇപ്പൊ പാസ് ചെയ്യണ്ടാവോ? പാസ് ചെയ്യണ്ടോ? അപ്പൊ ഇങ്ങനെ കയറി വരുന്നതനുസരിച്ച് തീറ്റ കൂടണനുസരിച്ച് എന്ത് കൂടണം? ഫ്ലക്സ് കൂടണം. അതിനാണ് ഏത് തീറ്റ എടുത്ത് നമ്മള് ഏത് തീറ്റ എടുത്തേ? ഇവിടെ സൈൻ തീറ്റ എടുത്തത് വർക്ക്ഔട്ട് ആവും. സൈൻ തീറ്റ എടുത്ത വർക്ക്ഔട്ട് ആവില്ല. സൈൻ തീറ്റ ഇങ്ങനെ വെക്കുമ്പോഴല്ലേ മാക്സിമം ഫ്ലക്സ്. സൈൻ തീറ്റ വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പൊ എത്ര ആംഗിള് ആലോചിച്ചിട്ടാ? ആംഗിൾ എത്ര? 0. സൈൻ 0 എത്രയാ? സൈൻ 0 ആടാ. സൈൻ 0 എത്രയാ? അപ്പൊ ഫ്ലക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതിലൂടെ നിറച്ച് ഫ്ലക്സ് അല്ലേ. നമ്മൾ സൈൻ തീറ്റ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? കണക്ക് പ്രകാരം എത്ര വരിക? 0. ശരിയാവോ? ഇല്ല. അപ്പൊ ഏതൊക്കെ വരണം അവിടെ? കോസ് തന്നെ. കോസ് വരുമ്പോ എന്ത് പ്രൊഡക്റ്റാ? ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റാ? ലാസ്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചേ. പൈ ഈക്വൽ ടു phi equal to E dot d phi equal to ds. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് കണ്ടെങ്കിൽ d phi ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds. ഇതാണ് വിശദീകരിക്കാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താ? മീറ്റർ സ്ക്വയർ പെർ കൂളോം ഓർ വോൾട്ട്. ബാക്കി നാളെ നോക്കാം. ഫീസ് ക്ലിയർ ചെയ്യണം കേട്ടോ എല്ലാവരും. നാളെ പഠിക്കാനുള്ള ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടോ.